Hello, good afternoon. Good afternoon. Sound clear? Good afternoon, ma'am. Good afternoon. അതിവിടെ മ്യൂട്ട് ചെയ്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നു. ആരും ഗുഡ് ആഫ്റ്റർനൂൺ റിട്ടേൺ പറയാത്തത് കൊണ്ട് ആരും. യെസ്, ഓക്കെ, നമുക്ക് സമയം കളയാനില്ല. കുറച്ചാളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സിൽ. കുഴപ്പമില്ല, ഒരാളായാലും രണ്ടായാലും 100 നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, സോ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാന്ന് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം, അല്ലേ? പറഞ്ഞിരുന്നോ? പറഞ്ഞോ, പുതിയൊരു ചാപ്റ്റർ എടുക്കാന്ന്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചു. ഇന്നൊരു പുതിയ ചാപ്റ്റർ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. ചാപ്റ്ററിന്റെ പേര് ഓർമ്മയുണ്ടോ? യെസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ്. ഹാവ് യു ഹേർഡ് അബൌട്ട് ഇൻഷുറൻസ്? ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് അർത്ഥമില്ല. കാരണം എന്ത് കാര്യത്തിനും ഇന്ന് നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും ഒരു പുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങള്, നമ്മളൊരു വണ്ടി വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മളുടെ മൊബൈൽ ഫോണുകൾ, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക. ഈവൻ ഇന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലോൺ ബാങ്കുകാർ കൊടുക്കുമ്പോഴും ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകള് പറയാൻ പറ്റില്ല, അടുത്ത മൊമെന്റിൽ വാട്ട് വിൽ ഹാപ്പൻ നമുക്ക് അറിയില്ല. അപ്പൊ ഇത്തരം സെക്യൂർഡ് അല്ലാത്ത, നമുക്ക് പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ചില എന്താ പറയാ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ലോസുകളെ, ചില എന്താ പറയാ നഷ്ടങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ 2 types ഓഫ് ഇൻഷുറൻസ്. 2 രീതിയിലാണ് മെയിൻ ആയിട്ട് ഇൻഷുറൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലൈഫ് ഇൻഷുറൻസ്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും മറ്റൊന്ന് എന്താണ്, ജനറൽ ഇൻഷുറൻസും ആണ്. ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ളത്. ലൈഫ് ഇൻഷുറൻസ് ഈസ് ദ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് വൺസ് ലൈഫ്. ഒരു ലൈഫിന് എതിരെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു പോളിസി എടുക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുക, അല്ലെങ്കിൽ ഓൺ ദ മെച്യൂരിറ്റി വിച്ച് കംസ് ഏർലിയർ, ഏതാണ് ആദ്യം വരിക. നമ്മളൊരു LIC എടുക്കുകയാണ്. LIC എടുക്കുമ്പോൾ അതിനൊരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. മേ ബി 5 years, അല്ലെങ്കിൽ ചിലപ്പോൾ 10 years, അല്ലെങ്കിൽ 15 years. അത് പോളിസിയുടെ എഗ്രിമെന്റ് പ്രകാരം ഇറ്റ് വിൽ ബി ചേഞ്ച്. അതെല്ലാം ഒരുപോലത്തെയല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈഫ് പോളിസീസും ഉണ്ട്. ഈ ലൈഫ് പോളിസീസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ട് എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് പ്രകാരം അതിനൊരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡ്യൂറേഷൻ ആകുമ്പോൾ ദാറ്റ് മീൻസ് മെച്യൂരിറ്റി ഡേറ്റ്, അല്ലെ, കാലാവധി തീരുന്ന ദിവസം, ഓർ അല്ലെങ്കിൽ death of that particular person, ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തിയുടെ മരണം. whichever comes earlier, ഏതാണോ ആദ്യം നടക്കുന്നത് ആ ഒരു സമയത്ത് കിട്ടുന്ന നമ്മളുടെ ആ ഒരു നഷ്ടം. ഇപ്പൊ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുണ്ടാകാവുന്ന ആ നഷ്ടം, നമ്മൾ മൂലമുണ്ടാകും, നമ്മുടെ മരണം കൊണ്ടുണ്ടാകാവുന്ന പല രീതിയിൽ നഷ്ടമുണ്ട്. ഫാമിലിക്ക് ഇൻകം നഷ്ടം ഉണ്ടായിരിക്കും, അല്ലെ, പല ലോസസും ഉണ്ട്. ചിലപ്പോൾ ആള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ്, ബാധ്യതകൾ, അത് ചിലപ്പോ ബാക്കിയുള്ള സർവൈവിംഗ് ആളുകൾ വീട്ടേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എടുക്കുന്ന പോളിസീസ് ആണ്
ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും അല്ലെങ്കിൽ ഏജ്ഡ് ഗ്രൂപ്പിലുള്ളവർക്കും അല്ലെ എല്ലാവർക്കും പല പല രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അത് ലൈഫ് ഇൻഷുറൻസ്. സെക്കൻഡ് വൺ ഈസ് ജനറൽ ഇൻഷുറൻസ്. രണ്ടാമത്തേതാണ് ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസും പല രീതിയിലുണ്ട്. അതിനകത്ത് പെടുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് ആരോഗ്യ ഇൻഷുറൻസുകൾ, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസുകൾ, അതുപോലെ തന്നെ ഹോം ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കുറെ വരും അതിനകത്ത് കേട്ടോ. അപ്പൊ ആ ഗണത്തിലാണ്, ആ ഒരു കാറ്റഗറിയിലാണ്, ഏതില് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എന്താ പറയാ പഠിക്കാൻ പോകുന്ന മെഡിക്കൽ ഇൻഷുറൻസ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ആരോഗ്യത്തിന് ഇൻഷുർ ചെയ്യുന്നത് എവിടെയായിരിക്കും? അതായത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെലവാകുന്ന തുക, അഡ്മിറ്റഡ് ആകുകയാണെങ്കിൽ അതിന്റെ പൈസ, അങ്ങനെ ഒരുപാട് എന്താ പറയാ ഫിനാൻഷ്യൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാശുകളുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, എത്ര രൂപയാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ മണിയുണ്ട്. പക്ഷേ there are some people who cannot afford the expensive bill of the hospitals. ചില ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ എന്താ പറയാ എടുക്കാൻ പറ്റുന്ന പോളിസീസ് ആണ്. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരുപാട് അത്തരം പോളിസീസും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പഠിക്കാമല്ലോ? തുടങ്ങട്ടെ? മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നതാണ്. എന്താ ഇവിടെ ഉള്ളവരെന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, യെസ്, സൗണ്ട് മ്യൂട്ട് ചെയ്ത് കേട്ടോ, ചിലപ്പോ എന്തെങ്കിലും വെച്ചാലും. So let's start medical insurance. അപ്പൊ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ്? So before studying medical insurance, you have to first understand some terms related to medical insurance. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മളുടനീളം കേൾക്കാൻ സാധ്യതയുള്ള ചില ടേമുകൾ, പുതിയ ടേം. നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ നമ്മുടെ ലെക്ചേഴ്സ് പഠിക്കും അല്ലെ, ആ ഭാഷയുടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 ഭാഷയാണ് ഏകദേശം ഒരു എന്താ പറയാ കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലെങ്കിൽ മലയാളം നന്നായി അറിയാം, ഇംഗ്ലീഷ് കുറച്ച് അറിയാം, ഹിന്ദി ചിലപ്പോ കേട്ടാൽ മനസ്സിലാവും, പറയാൻ അറിയില്ല, അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിന്റെ ലെറ്റേഴ്സ് പഠിക്കും, ലെറ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേർഡുകൾ പഠിക്കും, വേർഡുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെന്റൻസ് പഠിക്കും, അങ്ങനെ നമ്മൾ പഠിക്കും അല്ലെ ഓരോന്നും. അതുപോലെ തന്നെ when we are learning a new topic like medical insurance, so we have to first of all identify some terms related to it. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേമുകൾ നമുക്ക് പരിചയപ്പെടാം, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്. ആദ്യത്തേതാ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. Health insurance is the insurance which meets our medical expenses which is caused by diseases or accidents. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? ആരോഗ്യം ഉള്ളവർക്ക് ഇൻഷുറൻസിന്റെ സമയം ആവശ്യം വരില്ല. ആ സമയം ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അനാരോഗ്യത്തിലായി കഴിഞ്ഞാൽ അവിടെ ആ സമയം അതുകൊണ്ടുണ്ടാകാവുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക. അനാരോഗ്യമാകുന്നത് 2 രീതിയിലാണ്. ഒന്ന് രോഗങ്ങൾ വന്നും, ഒന്ന് ആക്സിഡന്റുകളിലും. ഓക്കെ, അപ്പൊ ഇത്തരം അനാരോഗ്യമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന തരം ഇൻഷുറൻസിനെ വിളിക്കുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ ആയോ? ഈ ടേമുകളെല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാ ടേമും ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കേണ്ടതല്ല, എല്ലാ ടേമും ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യില്ല, അണ്ടർലൈൻ ചെയ്യാൻ പറയില്ല. ഒരുപാട് ടേംസ് അവിടെ പറയുന്നുണ്ട്. ആ ബോണ്ടിലേക്ക് കേൾക്കുന്ന ടേംസും അതിനുള്ളിലും കുറച്ച് കാര്യങ്ങൾ ടേംസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ മറക്കണ്ട, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഈ പേജ് ഫുള്ളും അണ്ടർലൈൻ ചെയ്യാൻ പറയില്ല, ബിക്കോസ് ദ ഫുൾ പേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ദ ഇൻഷുറൻസ് വിച്ച് മീറ്റ്സ് ദ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ഓർ ആക്സിഡന്റ്സ്. രോഗങ്ങളോ അതുപോലെ തന്നെ ആക്സിഡന്റുകളോ മൂലമുണ്ടാകാവുന്ന മെഡിക്കൽ ചെലവുകൾ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസിനെ വിളിക്കുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന്. ആൻഡ് റിലേറ്റഡ് ടു എനി ഇൻഷുറൻസ്, ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസോ ജനറൽ ഇൻഷുറൻസോ. ഈ ജനറൽ ഇൻഷുറൻസിലും ലൈഫ് ഇൻഷുറൻസിലും ഒരുപാട് വേറെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല. നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിക്ക് പോകാൻ പോകുന്നവരാണ് നമ്മൾ അല്ലെ. ഹോസ്പിറ്റലിലല്ലേ ജോലിക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആണ് നമുക്ക് അതിനെ സംബന്ധിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിനെ മാത്രം കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ.
ജനറലിനകത്ത് ഒരുപാടുണ്ട്. മോട്ടോർ ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ ബിൽഡിംഗ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് ആരോഗ്യ സംരക്ഷണ മേഖലയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് മാത്രം പഠിക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് നോക്കിയാലും we can see there are two parties to that particular agreement. ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ആളുകളുണ്ട്. ആ ഒരു കോൺട്രാക്റ്റില് ഇൻഷുറൻസ് എടുക്കുന്ന ആളും കൊടുക്കുന്ന ആളും തമ്മിലൊരു ഗ്യാരണ്ടിയാണ്, ഒരു കോൺട്രാക്ട് ആണ് അവിടെ രൂപീകൃതമാകുന്നത്, ഒരു ഫോം ചെയ്യുന്നത്. മിക്കവർക്കും ആർക്കെങ്കിലും ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. ഉള്ളവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹാവ് ഇൻഷുറൻസ്, എനി ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ഓക്കെ, ചിലപ്പോൾ ഗവൺമെന്റ് എന്താ പറയാ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഇൻഷുറൻസ് ആയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവരായിരിക്കും എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. എങ്കിലും എല്ലാ തരത്തിലും ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഇൻഷുറൻസ്? ഈ എഗ്രിമെന്റ് ആണ്, രണ്ട് ആളുകൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. എന്ത്? ഒരു കരാറ്. നിനക്ക് ഇന്ന ചെലവ് അല്ല എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ചെലവുകളൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ആണ്. അപ്പൊ അത് അങ്ങോട്ട് ചോദിക്കുന്നു, ഞാൻ എനിക്ക് തന്നോളാം എന്ന് അവര് പറയുകയും ചെയ്യുന്നു. ആ ഒരു തരം കോൺട്രാക്ട് ആണ്. അപ്പൊ ആ കോൺട്രാക്ടിൽ there are two parties, രണ്ടാളുകളാണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇൻഷുറർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻഷുർഡ്. ആരൊക്കെയാണ് ടു പാർട്ടീസ് ടു ദ ഇൻഷുറൻസ്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളുടെ പേര് ഇൻഷുററും insured. Okay, insurer and insured. And who is insurer? Who is insured? Insurer are insurer is the person or the company who compensates when a accident or disease occur to a particular person. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ തരാമെന്ന് എഗ്രി ചെയ്യുന്നവരാരാണോ അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ദ ഇൻഷുറൻസ് കമ്പനി. ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്? ആ കമ്പനിക്കാരാണ് ആരെന്ന് വിളിക്കുന്നത്? ഇൻഷുറർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇൻഷുറർ ആരാണെന്ന് മനസ്സിലായോ? ഇൻഷുറർ ആ സെന്റൻസുകളിൽ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഞാൻ തിരുത്തി തരാം. ഇപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് പോകൂട്ടോ. ഇല്ലെങ്കിൽ അല്ല, മനസ്സിലായെങ്കിൽ അടുത്തേക്ക് പോകും, ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഡിക്റ്റേറ്റ് ചെയ്യാനുള്ളതാണ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഇൻഷുറർ ഈസ് ദ കമ്പനി who agrees to pay the compensation when any type of disease or accident occur. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ആക്സിഡന്റോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് കോമ്പൻസേഷൻ തരാമെന്ന് സമ്മതിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ഒബ്വിയസ്ലി അതിന്റെ പേര് ഇൻഷുറൻസ് കമ്പനി എന്നാണ്. ആൻഡ് ഹു ഈസ് ദ ഇൻഷുർഡ്? രണ്ട് വ്യക്തികളുണ്ടല്ലോ. പിന്നത്തെ ആരാണ്? ഇൻഷുർഡ് ആണ്. ഇൻഷുർഡ് ആരാണ്? ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ഹു ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് സച്ച് ലോസ് occurs. ഇത്തരം എന്തെങ്കിലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടുന്നത് ആർക്കാണോ അവരെ നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് ഒരു കമ്പനിയുടെ അടുത്തേക്കാണ്, ഒരു LIC അല്ലെങ്കിൽ സോറി ഏതെങ്കിലും ഇൻഷുറൻസ് ആയാലും മതി. ഇപ്പൊ ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി പറയാം. ABC എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി. ഓക്കെ, ആ കമ്പനിയുടെ പേരാണ് ABC മെഡിക്കൽ ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര് വിചാരിക്കുക. അപ്പൊ ഞാൻ അവരുടെ ഒരു എന്ത് ചെയ്യാണ്, ABC എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഞാൻ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. സോ ഐ ആം ദ ഇൻഷുർഡ്. ദാറ്റ് മീൻസ് വെൻ എനി ഡിസീസ് ഓർ ആക്സിഡന്റ് ഒക്കെ ഐ ഗെറ്റ് കോമ്പൻസേറ്റഡ്. എനിക്കാണ് എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ അതിന്റെ കോമ്പൻസേഷൻ, എന്റെ നഷ്ടപരിഹാരം, എനിക്ക് ഉണ്ടാകാവുന്ന ചെലവുകൾ, ഹോസ്പിറ്റൽസ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവുകൾ, ആ ചെലവുകൾ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ആരാണ്? എനിക്കാണ് അത് കിട്ടുന്നത്. അപ്പൊ ആർക്കാണോ ആ കോമ്പൻസേഷൻ കിട്ടുന്നത് അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഷുർഡ് എന്ന് വിളിക്കും. ആൻഡ് ഇൻഷുറർ എന്ന് പറയുന്നത് ആ കോമ്പൻസേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇൻഷുറൻസ് കമ്പനി ആണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 3 ടേംസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസും, അടുത്തത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് 2 പാർട്ടീസ് ആണുള്ളത്, 2 വ്യക്തികൾ തമ്മിലുള്ള അഗ്രിമെന്റ്. ആ 2 വ്യക്തികൾ ആരാണെന്ന് പറഞ്ഞു? ഒന്ന് ഇൻഷുററും ഒന്ന് ഇൻഷുർഡ്. Insurer is the company who provides or who agrees to provide compensation for any loss. ഏതെങ്കിലും തരത്തില് നഷ്ടമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം തരാമെന്ന് സമ്മതിക്കുന്ന കമ്പനി, അതിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ആൻഡ് ഇൻഷുർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ഓർ എ ബിസിനസ്.
ചിലപ്പോൾ വ്യക്തിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കാം. Who gets compensated if such a loss occurs. അത്തരം നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടപരിഹാരം കിട്ടുന്ന ആൾക്കാര്, നഷ്ടപരിഹാരം കിട്ടുന്നവരെ നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഇത് ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ. ഇനി ഞാൻ പറയുന്ന സെന്റൻസിൽ ചെറിയ മാറ്റം വരുത്താണ്ട് ഒന്ന് സെക്കൻഡ് സെന്റൻസ് ആണ് കേട്ടോ. The insured is the person or business that gets compensated if the loss occurs എന്നുള്ളത് വരെ നിർത്തുക. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. occurs എന്നുള്ളത് വരെ മതി. ഇൻഷുർഡ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന വ്യക്തിയെയോ ബിസിനസിനെയോ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. occurs വരെയുള്ളൂ. ഈസ് നോൺ ആസ് എന്നുള്ളത് വിട്ട്, ഈസ് നോൺ ആസ് എന്നുള്ള ഭാഗം അവിടെ സ്ട്രൈക്ക് ചെയ്യുക. അത് വേണ്ടാന്ന് മനസ്സിലായി. രണ്ട് സെന്റൻസുകൾ തമ്മിൽ കൂടി ചേർന്നപ്പോ അതിന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ആയിട്ട് തോന്നും, മീനിങ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വെട്ടാൻ പറഞ്ഞത്. ഓക്കെ, വെട്ടിയോ? ഈസ് നോൺ ആസ് വെട്ടിയോ? അടുത്തത്. അപ്പൊ അത് കഴിഞ്ഞു. ഡോക്ടേഴ്സ് കഴിഞ്ഞ ഫുൾ സ്റ്റോപ്പ് ആണ്. ഈസ് നോൺ ആസ് വേണ്ട. അടുത്ത സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത് ദ ഇൻഷുറർ. അതായത് ടി ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ട് ദ ഇൻഷുറർ ഈസ് ദ കമ്പനി. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന്റെ ആവശ്യമില്ല. ദ ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറയുന്ന കമ്പനി, അതിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ഈസിന്റെ ഐ സ്മോൾ ലെറ്റർ ആക്കുക, അവിടുത്തെ ഫുൾ സ്റ്റോപ്പും മാറ്റി കളയുക. കിട്ടിയോ രണ്ട് സെന്റൻസും? ആ സെന്റൻസിൽ എന്തോ പ്രിന്റ് ചെയ്തപ്പോ എന്താ പറയാ ടൈപ്പ് ചെയ്തപ്പോ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അത് കറക്റ്റ് ചെയ്യുക. തെറ്റാക്കി വായിച്ചാൽ അതിനൊരു മീനിങ് ഫുൾ അർത്ഥം കിട്ടില്ല. അർത്ഥം കിട്ടില്ല. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ കിടക്കുന്ന അർത്ഥം വായിച്ചാൽ ഒന്നും ക്ലിയർ ആവില്ല. ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ആയി. അടുത്തത് the insurer is the company that agrees to pay the compensation. വീണ്ടും പറയാണ്, ഈ പേജ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്താണ്, അതിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യു ഹാവ് ടു ജസ്റ്റ് ഐഡന്റിഫൈ വിച്ച് ആർ ദ ടേംസ് ഇൻക്ലൂഡഡ് ഇൻ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് വന്നിരിക്കുന്ന ചില പുതിയ ടേമുകൾ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മുഴുവൻ പഠിക്കണം. ആ പേജ് ഫുൾ ഇമ്പോർട്ടന്റ്. ഓക്കെ, ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. പേജ് അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാത്തത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് എന്താണ്, ഇൻഷുറർ എന്താണ്, ഇപ്പൊ മൂന്നെണ്ണം പറഞ്ഞോളൂ. ആകെ ഇത്ര സമയം കൊണ്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ഇനി അടുത്തത് വീണ്ടും ഫോർ ദാറ്റ് പർപ്പസ്. അപ്പൊ എന്താ മനസ്സിലാവില്ലേ? ആർക്കും മനസ്സിലാവില്ലേ പറയുന്നത്? ഇത്ര സ്പീഡ് ഒന്നുമില്ല. 17 മിനിറ്റ് കൊണ്ട് ഞാൻ ആകെ എടുത്തല്ല. ആ ഉച്ചക്കോളം ഇത്രയുള്ള ഒരു പാരഗ്രാഫാണ്. 3 സെന്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് ആവുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണോ? ചിത്ര, ഈ 17 മിനിറ്റ് കൊണ്ട് ഞാൻ എടുത്തിട്ട് 3 സെന്റൻസ് ഉള്ള ഒരു കുഞ്ഞു പാരഗ്രാഫ്, 3 സെന്റൻസ് ഉള്ളൂ. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞല്ലോ ഇൻഷുറൻസിന് നമുക്കുണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകടം അല്ലെങ്കിൽ രോഗം വന്നു കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമുക്ക് നഷ്ടപരിഹാരം തരുന്നുണ്ട്. അപ്പൊ നഷ്ടപരിഹാരം തരണമെങ്കിലേ വെറുതെ തരില്ലല്ലോ. ഗവൺമെന്റിന്റെ ചില പോളിസീസ് ഒഴികെ ചില ഗവൺമെന്റ് ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. വളരെ തുച്ഛമായ കുഞ്ഞ് എമൗണ്ടിന് നമ്മൾ അതിനകത്ത് ചേർന്നിട്ട് ആ ഒരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ അതല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഷുറൻസുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത തുക, ചെറുതോ വലുതോ അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്, ആ ഇൻഷുറൻസിന്റെ ആ ഒരു എമൗണ്ട് നമുക്ക് തരുന്ന എമൗണ്ടുമായിട്ടൊക്കെ വാല്യൂ ചെയ്ത് അതിനൊരു നിശ്ചിത തുക മന്ത്ലി ആകാം, അല്ലെങ്കിൽ 3 എന്താ പറയാ ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് ഇൻ എ ഇയർ, ഒരു ക്വാർട്ടർലി ആയിട്ട് 4 മാസം കൂടുമ്പോ അടയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ ഇയർലി. ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് ഇതിന് വേണ്ടിയിട്ട് ആ നഷ്ടം വരുന്ന സമയത്തല്ലേ നമുക്ക് പരിഹരിച്ചിരുന്നേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയിലേക്ക് അടയ്ക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട്, the amount which is paid by the insured to the insurer. ഇൻഷുറർക്ക് അതിന് വേണ്ടി ഒരു നിശ്ചിത തുക, ഫിക്സഡ് എമൗണ്ട് ഇൻഷുറർക്ക് റെഗുലർലി കൊടുക്കുന്നുണ്ട്. റെഗുലർലി എന്ന് പറഞ്ഞാൽ എവറി മന്ത് ആകാം, മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ഇയർലി ആകാം, ഹാഫ് ഇയർലി ആകാം. ഇങ്ങനെ പൈസ അടയ്ക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, അങ്ങനെ അടയ്ക്കുന്ന പൈസയെ നമ്മൾ വിളിക്കുന്ന പേര് പ്രീമിയം എന്നാണ്.
എന്താണ് പ്രീമിയം? പ്രീമിയം is the money that is paid by the insured to the insurer. ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ നിശ്ചിത തുക റെഗുലറായിട്ട് അടയ്ക്കുമ്പോൾ അത് അവിടെ ചെന്ന് കിടക്കും. അതിന്റെ ഇൻട്രസ്റ്റ് ഒന്നും കൂടി അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു നിശ്ചിത തുക നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ആക്സിഡന്റ് ഒക്കെ വരുമ്പോ ഹോസ്പിറ്റലൈസേഷൻ ചെലവ്, അങ്ങനത്തെ ചെലവ്, ഇങ്ങനത്തെ ചെലവൊക്കെ അത് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ ഇൻഷുറൻസിനും ക്ലിയർ കട്ട് ആയിട്ട് വരച്ചു വെച്ചേക്കുന്ന പോലെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക സ്ട്രക്ചർ ഇല്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറൻസ് എഗ്രിമെന്റ് മാറുന്നതനുസരിച്ച് പല രീതിയിലും മാറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുപോലത്തെ ഇൻഷുറൻസ് അല്ലാട്ടോ കൊടുക്കണേ. അത് നിങ്ങൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യുക. അത് ആദ്യം മനസ്സിലാക്കി പോകണം. ഓക്കെ, അപ്പൊ പ്രീമിയം എന്നുള്ള വാക്ക് നമുക്ക് അവിടെ ചേർക്കാനുണ്ട്. ദ മണി ദാറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. ഈസ് കോൾഡ് പ്രീമിയം. ആ സെന്റൻസിന്റെ അറ്റത്തൊന്നും ചേർക്കാമോ? ആ 3 സെന്റൻസ് ഉള്ള കുഞ്ഞു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം താഴെ ഒരു സെന്റൻസ് കിടക്കുന്നുണ്ട്. അവിടെയും കൂടി ഉണ്ട്, ആ ഒരു തിത്തു കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ദ മണി ദാറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. ആ പ്രീമിയം എന്ന് പറയുന്ന സാധനം കാണാനില്ല, അതും ഇതുപോലെ ഇതൊന്ന് വിട്ടുപോയതായിരിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ആ ഫസ്റ്റ് പേജിൽ അങ്ങനെ ഒരു 2 തിരുത്തലുകൾ ചില ബുക്കിൽ അത് തിരുത്തി വന്നിട്ടുണ്ടാവും കേട്ടോ. ചില ബുക്കുകളിൽ തിരുത്തി വന്നിട്ടുണ്ടാവും. ഐ തിങ്ക് ഇതിപ്പോ ചിലപ്പോ ചിലൊരു പഴയ നോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തായിരിക്കും ചിലപ്പോ തിരുത്താതെ കിടക്കുന്നത്. ഇതൊന്നും അത് തിരുത്തി വന്നിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്താ പ്രീമിയം? എക്സാമ്പിളിന് പറയാം, ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നു. ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്നവരില്ലേ? എല്ലാവരുടെയും വീട്ടിൽ ഒരു ഇൻഷുറൻസ് എങ്കിലും ഉണ്ടാവുമല്ലോ ഏതെങ്കിലും രീതിയിൽ. LIC ഒക്കെ ഉണ്ടോ? അപ്പൊ LIC ഒക്കെ നമ്മൾ എന്താ ചെയ്യാം? ഒരു നിശ്ചിത തുക മാസം അല്ലെങ്കിൽ 3 or 4 times in a year, ഒരു ഇയറിൽ 4 പ്രാവശ്യമൊക്കെ, അതായത് ക്വാർട്ടർലി ആയിട്ട് 3 മാസം കൂടുമ്പോ, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം. അത് ചില ഇതിനൊക്കെ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ അതനുസരിച്ച് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇത്ര വർഷം വരെ, ചിലപ്പോൾ 10 വർഷം ആകാം, 15 വർഷം, അങ്ങനെ കൊടുക്കുന്ന തുക അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം അടച്ചോ എന്ന് ചോദിക്കും. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യത്തിലേക്ക് പോണേ? നമ്മൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നമ്മളുടെ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷുറൻസ് അടച്ചോ. ഇൻഷുറൻസ് അതിന്റെ കാലാവധി വരുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കിയിരിക്കുന്നു. അടച്ചില്ല എങ്കിൽ വണ്ടിയൊക്കെ മുകളിൽ വെച്ചിട്ട് എന്തെങ്കിലും കാര്യത്തില് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ പേപ്പറൊക്കെ ചോദിക്കും. മനസ്സിലായോ? അപ്പൊ നിശ്ചിത തുകയാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കും. അതെല്ലാ ഇൻഷുറൻസിനും ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസുകൾക്കും ഉണ്ട്. മനസ്സിലായോ? ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ ഉണ്ട്. പിന്നെ ചില പ്രത്യേക രീതിയിൽ ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രം 1 രൂപ പോലും അടയ്ക്കാതെയും ഇൻഷുറൻസ് പദ്ധതികൾ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ്. അത്തരം എക്സെപ്ഷണൽ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഷുറൻസിനും നമ്മൾ ഒരു നിശ്ചിത തുക അടയ്ക്കണം. ദാറ്റ്സ് കോൾഡ് പ്രീമിയം. അതിനെ പ്രീമിയം എന്ന് വിളിക്കും. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? പ്രീമിയം എന്ന് ചേർത്തോ എല്ലാവരും? ഈ ആദ്യത്തെ ഒരു പേജ് കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് എന്ത് കാര്യവും ഏത് ഒരു പുതിയ കാര്യവും നമ്മളെ പഠിപ്പിക്കുമ്പോ തുടക്കം ഇച്ചിരി പാടായിരിക്കും. കാരണം അതിന്റെ ആ ടേംസിലേക്കും അതെന്താണെന്നുള്ളതിന്റെ ഐഡിയ നമ്മളിലേക്ക് വരണം. ഐഡിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലിക്ക് ആയി പോകും. ഓക്കെ, അടുത്തത് അത് സിമ്പിൾ ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്, മറ്റേ അടിച്ചേൽപ്പിക്കുകയല്ല നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ഇതാണെന്നോട് അടിച്ചേൽപ്പിക്കുകയല്ല. ബിക്കോസ് ഇതെല്ലാം ഡെയിലി നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അടുത്ത എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്? എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മെഡിക്കൽ ഇൻഷുറൻസിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത ടേം ആണ് ഇറ്റ്സ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്? ഇറ്റ്സ് ദ എഗ്രിമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഷുർഡും ഇൻഷുറും തമ്മിലുള്ള ഒരു കരാറാണല്ലോ എന്ത് ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കണേ. മനസ്സിലായോ? എഗ്രീസ് ടു പ്രൊവൈഡ് സ്പെസിഫിക് ഹെൽത്ത് ഇൻഷുറൻസ് കവർ അറ്റ് എ പർട്ടിക്കുലർ പ്രീമിയം. ഒരു നിശ്ചിത പ്രീമിയത്തിന് ഇത്ര രൂപ അല്ലെ, ഒരു നിശ്ചിത തുക തന്നേക്കാം, കോമ്പൻസേഷൻ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ നടത്തുന്ന ഒരു കരാർ. ആ കരാറിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ഓക്കെ ആണോ?
Health insurance policy എന്ന് പറയുന്നത് it's the agreement between insurer or ഇൻഷുററും പിന്നെ ആരൊക്കെയാണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. അതായത് ചിലപ്പോൾ ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുമായിട്ട് നടത്തുന്ന ഒരു കരാറാണ് ഇൻഷുറർ. എന്തിന്? ടു പ്രൊവൈഡ് സ്പെസിഫിക് ഹെൽത്ത് ഇൻഷുറൻസ് എമൗണ്ട് ഓർ കവറേജ് ഫോർ എ പർട്ടിക്കുലർ പ്രീമിയം. ഒരു നിശ്ചിത തുക പ്രീമിയം അടച്ചടച്ച് അതിന്റെ കാലാവധി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ആക്സിഡന്റോ മറ്റൊക്കെ വരുന്ന ഏതാണ് ആദ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ആ പൈസ തരാം എന്നുള്ള ഒരു കരാർ. ആ കരാർ മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലെയിം. അപ്പൊ എപ്പൊക്കെ പഠിച്ചത്? ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് വരുന്ന രണ്ട് പാർട്ടീസിനെ നമ്മൾ പരിചയപ്പെട്ടു, ഇൻഷുർഡും ഇൻഷുറും. പിന്നെ പഠിച്ച ടേം എന്ന് പറയുന്നത് പ്രീമിയം ആണ്. അടുത്ത അഞ്ചാമത് പഠിച്ചിട്ട് ഒരു ടേം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. ഇനി നമ്മൾ ആറാമത്തെ ഒരു ടേം പഠിക്കാണ് ക്ലെയിം. ക്ലെയിം ഈസ് ടു ടൈപ്പ്, രണ്ട് രീതിയിലുള്ള ക്ലെയിം ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. രണ്ട് തരത്തിലുള്ള ക്ലെയിം ആണുള്ളത്. എന്താണ് ഇപ്പൊ ക്ലെയിം എന്ന് പറയാ? ക്ലെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ഫ്രം ദ ഇൻഷുറർ ഫോർ എ ലോസ് കവേർഡ് ബൈ ദ പോളിസി. ഒരു പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്ന തുക തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷുററിനോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ എന്റെ പോളിസി എടുത്തിട്ടുണ്ട്, എനിക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ആ കവറേജിൽ പറഞ്ഞിരിക്കുന്ന കാശ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കണേനെയാണ് ക്ലെയിം എന്ന് വിളിക്കുക. ഇവിടെ എന്താ ചോദിച്ചു വാങ്ങിക്കുന്നേ? എന്താ ചോദിച്ചു വാങ്ങിക്കണേ? എന്താ എനിക്ക് ചോദിച്ചു വാങ്ങിക്കുക? പൈസ തന്നെയാണ്, വേറെ ഒന്നുമല്ല ചോദിച്ചു വാങ്ങിക്കുക. പൈസ ചിലപ്പോ പൈസ നേരിട്ട് തരുന്ന പോളിസീസ് ഉണ്ട്, അല്ല നമ്മൾ ആശുപത്രി കിടക്കുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് കമ്പനി നേരിട്ട് അയച്ചു കൊടുക്കുന്ന പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ആ ഒരു കാര്യം വന്നു, എനിക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ ഞാൻ എനിക്ക് പോളിസി എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ട് ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പൊ അത് അവരെ അറിയിക്കുക, പൈസ തരണം, അല്ലെങ്കിൽ അത് എന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് തരണം, എന്റെ ചെലവുകൾ മീറ്റ് ചെയ്ത് തരണം എന്നുള്ള ഒരു അപേക്ഷ ആരോട് വെക്കുന്നു? ഇൻഷുർഡ്, പോളിസി എടുത്തിരിക്കുന്ന ആള് ആരോട്? ഇൻഷുററിനോട്. അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എന്താണ് ക്ലെയിം എന്ന്? A person's request for the payment by an insurer of a loss covered by the policy. പോളിസിയിൽ കവർ ചെയ്ത് പരിഹരിക്കുന്ന കാശ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷുററിനോട് നടത്തുന്ന അഭ്യർത്ഥന, അപേക്ഷ, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ആൻഡ് ക്ലെയിം ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു, രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ക്ലെയിമിലെ. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ക്ലിയർ ആയോ ഇത്രയും വരെ? മനസ്സിലായ? പോളിസി ഇൻഷുറൻസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വേണ്ട നിങ്ങൾ. വേറെ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ തീർന്നു, അതൊക്കെ മാറ്റിയിട്ട് ഇൻഷുറൻസിലേക്ക് വരിക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ആശുപത്രി കിടന്ന ആശുപത്രിയിലേക്ക് ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടുന്ന പല പോളിസീസും ഇന്നുണ്ട്, നിലവിലുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ചാപ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഇത്തരം കാര്യങ്ങൾക്കാണ്, രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം എമൗണ്ടുകൾ അതുമായി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എടുക്കുക. അപ്പൊ ആ പോളിസിയുടെ ആ ഒരു കാര്യം വരുമ്പോ ഇപ്പൊ എന്തെങ്കിലും രോഗം വന്നു, ആശുപത്രി കിടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വന്നു, ആശുപത്രി കിടന്നു, അപ്പൊ അത് അവരെ അറിയിക്കണം. ഇവിടെ അവര് എപ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കാമോ ഇൻഷുറൻസ് കമ്പനി? നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വയ്യാഴ്ച വരണുണ്ടോ, ആശുപത്രി കിടക്കണ്ടോ എന്ന് അവർ നോക്കിക്കൊണ്ട് നടക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെപ്പോഴും നമ്മുടെ പിന്നാലെയാണോ? അല്ല. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ അവരെ അറിയിക്കുകയാണ്. എന്തിനാ അറിയിക്കുന്നത്? ഓറഞ്ച് ചോക്ലേറ്റ് ആയിട്ട് വരച്ചാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എന്റെ ആ ഇൻഷുറൻസ് എങ്ങനെയാന്ന് വെച്ചാൽ അത് പൈസ മീറ്റ് ചെയ്തോളണം എന്ന് അവരെ അറിയിക്കലാണ്. അവരറിഞ്ഞാലാണ് ഈ പൈസയൊക്കെ ട്രാൻസാക്ഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് ഇൻഷുറൻസ് കമ്പനി ആ പൈസ കൊടുക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പ്, അതിന്റെ ഒരു റിക്വസ്റ്റ്, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കാം. ക്ലെയിം രണ്ട് രീതിയിലുണ്ട്, ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ഓക്കെ. ഇനി എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്? ക്ലെയിം വിച്ച് ഇസ് മെയ്ഡ് ടു അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി ഇസ് കോൾഡ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് പറയാണ്, എനിക്ക്
വയ്യാണ്ട് ഞാൻ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ ഇന്ന ഇൻഷുറൻസ് എനിക്കുണ്ട്. അപ്പൊ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസും മറ്റു കാർഡും ഒക്കെ ഉണ്ടല്ലോ, ID കാർഡ് ഉണ്ടാവും ഇല്ലേ? ഇൻഷുറൻസ് എടുത്തിരിക്കുന്നതിന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡ് നമ്മൾ ഹോസ്പിറ്റലിന്റെ കൗണ്ടറിൽ അവർ പറയും ഇൻഷുറൻസിന്റെ ഡെസ്ക് ഒക്കെ വേറെ ഉണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകാറില്ല നമ്മള് ഉണ്ടോ? ഇൻഷുറൻസ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു പറ്റാറുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയേ. ഇൻഷുറൻസ് ഡെസ്ക് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽസില്? അപ്പൊ എന്തിനാ അവിടെ ഇൻഷുറൻസ് ഡെസ്ക്? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിൽ ആർക്കെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അത്തരം പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. വെറുതെ അങ്ങനെ ഓടിച്ചു വന്നാൽ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടോ വേഗാകാശിട്ടോ എന്ന് പറയാനായിട്ട് അതല്ല, അവർ നോക്കും. അപ്പൊ ആ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇന്ന രോഗത്തിന് ഏതെങ്കിലും പർട്ടിക്കുലർ രോഗത്തിനൊക്കെ ചിലപ്പോ ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല, മനസ്സിലായി. അപ്പൊ ആ രോഗം ഏതാണെന്നും അതൊക്കെ നോക്കി ആളെ മനസ്സിലാക്കി ആള് റെഗുലറായിട്ട് എന്താ പറയാ ഈ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി കൃത്യമാണ് ആ പാത്ത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. പെട്ടെന്നൊന്നും കിട്ടില്ല. സർക്കാർ എന്താ പറയാ കാര്യങ്ങൾ പുറംപോലെ ഇങ്ങനെ നടക്കും എന്നൊക്കെ പറയുന്ന പോലെ എന്തിനും ചില എവിഡൻസുകളും അതുപോലെ തന്നെ ക്ലിയറൻസുകളും ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ക്ലിയറൻസും ഒക്കെ നെസസറി ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അതുപോലെ ആ എമൗണ്ടുകളൊക്കെ പേ ചെയ്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് വിളിക്കുക. അപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് പറയാറുണ്ട് എനിക്ക് ഇന്ന അസുഖമുണ്ട്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് അറിയിച്ച് എനിക്ക് എന്റെ ക്ലെയിമിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ നേരിട്ട് എന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നേരിട്ടാകാം, അല്ലെങ്കിൽ എന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബെനഫിഷ്യറി എന്റെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ എന്റെ ഏറ്റവും അടുത്ത അവകാശികൾ നോമിനിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ബന്ധപ്പെടും. ആൾക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഇൻഷുറൻസിന്റെ കാശ് തന്നെ പറ്റൂല പറയാൻ, അല്ലെ ഫോൺ ചെയ്ത് പറയാനോ അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. സോ അതിനുവേണ്ടി നമുക്ക് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടാവും, അവരായിരിക്കും കമ്പനീനെ അറിയിക്കുക. അപ്പൊ അത് അറിയിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പൈസ തരാം. അപ്പൊ ആ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ തന്നെ നടത്തുന്ന റിക്വസ്റ്റ് അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയാം. ക്ലെയിം വിച്ച് ഇസ് മെയ്ഡ് ടു അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി ഇസ് കോൾഡ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണെന്ന് മനസ്സിലായാലേ എനിക്ക് സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടി ക്ലെയിം പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ, സോ തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് പറയാം. എന്നിട്ട് ഇത് തമ്മിൽ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, അത്രേ നടക്കുള്ളൂ. ഓക്കെ, ഇനി എന്താണ് തേർഡ് പാർട്ടി? നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾക്കാണ് ഇത് കൂടുതലും വരിക. വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടോ എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചിലപ്പോ ഹസ്ബൻഡുമാരൊക്കെ നമ്മളൊന്നും വണ്ടി ഓടിച്ചുണ്ടാക്കാൻ നടക്കാൻ അറിയാം, പെട്രോൾ അടിക്കൂല, ഇൻഷുറൻസിന്റെ പേപ്പർ ക്ലിയർ ആണോന്ന് അറിയില്ല, എന്താ പറയാ സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അല്ലെ. അപ്പൊ ചിലപ്പോഴൊക്കെ അവര് കുറ്റപ്പെടുത്തും അല്ലെ, വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, അതിന്റെ ബാക്കി ആരൊന്നും അന്വേഷിക്കില്ല, അതൊക്കെ അവരുടെ ജോലിയാണ്, അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പൊ ഒരു മെജോറിറ്റി ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അപ്പൊ എന്താണെന്ന് പറയുക, തേർഡ് പാർട്ടി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദ ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ ഓൺ അനദർ പാർട്ടീസ് കമ്പനി അല്ലെങ്കിൽ അനദർ പേഴ്സൺസ് ഇൻഷുറൻസ് കമ്പനി ഇസ് കോൾഡ് തേർഡ് പാർട്ടി ക്ലെയിം. നമ്മള് അല്ലെങ്കിൽ ഇൻഷുർഡ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ വണ്ടിയിലല്ല വേറെ ഇൻഷുറൻസ് കമ്പനിയോട് വേറൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിമിനെയാണ് നമ്മള് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അങ്ങനെ ഓർക്കുക, അത് ഓർക്കുക, സെന്റൻസ് മനസ്സിലോർക്ക് എനിക്ക് ഉദാഹരണം പറയാം. എന്താ? ക്ലെയിം മെയ്ഡ് ടു അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ നടത്തുന്ന ക്ലെയിം ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പാർട്ടീസ് അല്ലെങ്കിൽ അനദർ പേഴ്സൺസ് ഇൻഷുറൻസ് കമ്പനി, ഒരാള് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിം, അതിനെ നമ്മൾ എന്ത് വിളിക്കും? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കും. ഓക്കെ, രണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായോ? അത് മനസ്സിലായില്ലേ? ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ എന്താ പറയാ ആഴത്തിൽ മനസ്സിലാവും. ആ ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. ഞാൻ എന്താ പറയാ എന്റെ വണ്ടി ഓടിച്ചു പോകുന്നു. ഓക്കെ, വണ്ടി ഓടിച്ചു പോയി എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് തട്ടി മറിഞ്ഞൊക്കെ വീഴും, വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റി, വേറെ ആദ്യം എന്റെ തന്നെ കുഴപ്പം ഇടിഞ്ഞു മുഴുവൻ വീഴുമെന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും ചെന്ന് ബ്രേക്കോ എന്തെങ്കിലും കിട്ടാണ്ട് ഇടിഞ്ഞു വീഴും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സാരമായ പരിക്കുകൾ പറ്റി, ചിലപ്പോൾ വലിയൊരു ഫ്രാക്ചർ വന്നു, അങ്ങനെ വണ്ടിക്ക് എന്തെങ്കിലും നന്നായിട്ട് വന്നു എന്ന് വിചാരിക്കാം. സോ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളാണ്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നു, എന്റെ ആശുപത്രി കിടക്കുന്നതിന്റെ ചെലവുകൾ ഒക്കെ പറയുന്നു, ക്ലെയിം വേണമെന്ന് പറയുന്നു. ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യാണ്,
ഞാൻ ചോദിക്കുന്നു. അപ്പൊ അവര് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട എക്സ്പെൻസ് എന്തൊക്കെയാണ് മീറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആ ഒരു ട്രാൻസാക്ഷൻ അങ്ങനെ നടക്കും. ഓക്കെ, അത് നടക്കും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് പോയിട്ട് ചോദിച്ചത് എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് വന്നു, എന്റെ ഇത് എക്സ്പെൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ ഇത്രയൊക്കെയാണെന്ന് അറിയിക്കുന്നു. അപ്പൊ എന്റെ കമ്പനിയോട് എന്താ പറയാമല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കും. ഇനി ഇത് തേർഡ് പാർട്ടി ക്ലെയിമിലേക്ക് വരുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു. ഓക്കെ, വണ്ടി ഓടിച്ചു പോകുന്നു. അടുത്ത എക്സാമ്പിൾ പറയാണ്. രണ്ടാമത്തെ വണ്ടി ഓടിച്ചു പോകുന്നു. എവിടെയെങ്കിലും ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ വണ്ടി ഇടിക്കുകയാണ്, നിർത്തിയിട്ടിരിക്കുകയാണ്. ചിലപ്പോ ആ വണ്ടി അതിന് ഒരു കാര്യമില്ല, ഇങ്ങോട്ടൊന്നും വന്ന് കയറിയതല്ല. അപ്പൊ അല്ലെങ്കിൽ ഓടി വന്നോണ്ടിരിക്കുന്ന വണ്ടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ വണ്ടിയുമായിട്ട് എന്താ പറയാ കൊളാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ എന്തെങ്കിലുമൊക്കെ തരത്തിലും അപ്പുറത്തെ വണ്ടിയുടെ എന്തെങ്കിലും ഹെഡ്ലൈറ്റ് പോകുമോ, അല്ലെങ്കിൽ ഇച്ചിരി സാരമായിട്ടുള്ള എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പൊട്ടിപ്പോകുമോ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. വണ്ടിക്ക് എത്ര തൊട്ടാ പൈസയാണെന്ന് നമുക്കറിയാലോ അല്ലെ. അപ്പൊ ആ വണ്ടിയുമേ എന്തെങ്കിലും തരത്തിലും ഇത് വന്നു. അപ്പൊ എന്താണ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ടെങ്കിൽ എന്ത് പറ്റും, ആ വണ്ടിക്കാരൻ ചിലപ്പോ അത് പറ്റിയ ആളാരാണ് അവര് നമ്മളോട്, അവരുടെ ഇൻഷുറൻസ് കമ്പനി അല്ല, എന്റെ ഇൻഷുറൻസ് കമ്പനിയോട്. കാരണം എന്താ, ഞാനാണ് പോയിട്ട് അങ്ങനെ കൊടുത്തത് അല്ലെ, ഞാൻ മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണത്. അപ്പൊ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ആ ആള് എന്ത് ചെയ്യുന്നു, ക്ലെയിം ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്നെ തന്നെ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ അപകടം ഞാൻ തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കി വെച്ചു, അതിന് എന്തെങ്കിലും അപകടം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ തന്നെ ചോദിക്കുന്നു, ക്ലെയിം ആവശ്യപ്പെടുന്നു. അതാണ് ഫസ്റ്റ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പോയി വേറെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഇടിക്കുന്നു, ആ വണ്ടിക്ക് കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതിനകത്ത് ഇരുന്ന ആൾക്കോ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക. അവര് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചെലവ്, അത് അവരുടെ ചെലവ് എന്നുകൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടല്ല, ഞാൻ ചിന്തിച്ചതുമല്ല. അപ്പൊ ആ ആള് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുള്ളൂ, അവരുടെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇത് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തതാ. അപ്പൊ എന്ത് ചെയ്യുന്നു, എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പൊ ഒരാള് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുന്ന ക്ലെയിം അത്രേ ഉള്ളത്. പക്ഷെ അത് ഉദാഹരണപ്പെടുന്നത് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി. ക്ലിയർ ആയോ? തേർഡ് പാർട്ടി ആൻഡ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. എനി ഡൗട്ട്? യെസ്. ഓക്കെ. അപ്പൊ അത് രണ്ട് ടേംസും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ടേംസും. അടുത്തത് എക്സ്ക്ലൂഷൻ ആണ്. Exclusion. Okay, എന്താണ് exclusion? There are some conditions or circumstances which are enlisted in the policy which will not be covered under the risk of the policy. എന്ന് വെച്ചാൽ എന്താണ്, അതായത് ചില കാര്യങ്ങൾ, ചില ഡിസീസസ് ആകാം, ചില സിറ്റുവേഷൻസ് ആകാം, ഈ എന്താ പറയാ പോളിസിയുടെ പരിധിയിൽ ഇല്ലാത്തത്. എന്ന് വെച്ചാൽ എന്താ, ഇത് ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ് എൻലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഇതിന് ഇൻഷുറൻസ് കിട്ടില്ല, ഇന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇൻഷുറൻസ് കിട്ടുന്നില്ല കേട്ടോ. ചില കാര്യങ്ങള് enlisted which are not covered under policy, പോളിസിയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഉദാഹരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം, അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാൻ കേട്ടോ. എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് വരച്ചതെന്നുള്ളത് നമുക്ക് പഠിക്കാത്തിന്, അതുകൊണ്ട് അവിടെ പറയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം, ആ രോഗത്തിന് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞുണ്ടാവും. മനസ്സിലായോ? അപ്പൊ എഗ്രിമെന്റുകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി വേണം ഏത് ഇൻഷുറൻസ് നമ്മൾ എടുക്കാൻ. വെറുതെ പോയി പലവെച്ച് കൊടുക്കുന്ന കാര്യമില്ല. ഓക്കെ, ഓരോ ഇൻഷുറൻസിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ read the terms and conditions and agreements. അവർ കൊടുക്കുന്ന അഗ്രിമെന്റുകൾ, കരാറുകൾ, അതുപോലെ അതിനകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് ഏറ്റെടുക്കണം. അല്ലാതെ പിന്നീട് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ തരാന്ന് ഇതുണ്ടല്ലോ പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇൻഷുറൻസിൽ അങ്ങനത്തെ കാര്യം കൊടുക്കുന്നുണ്ട്, മറ്റു ഇൻഷുറൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ, ഓരോ ഇൻഷുറൻസും അവരവരുടെ രീതികളിൽ വ്യത്യസ്തവുമാണ്. അവരവരുടെ രീതികൾ അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പയർ വ്യക്തമായിട്ട് ചെയ്തിട്ട് അവിടെ ആ ഇൻഷുറൻസ് അവർക്ക് അതിന് ഇത്ര എമൗണ്ട് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നിനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം അതാത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ഓരോ ഇൻഷുറൻസ് പദ്ധതികളും ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മളാണ് ഇൻഷുറൻസ് ആരാണ് എടുക്കുന്നവരെ കൃത്യമായിട്ട് വായിച്ചു നോക്കി അതിന്റെ ബെനിഫിറ്റുകൾ, അഡ്വാൻറ്റേജസ് ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ,
അത്തരം പോളിസീസ് അല്ലെങ്കിൽ അഗ്രിമെന്റിൽ കരാറിൽ ഒപ്പിടാനായിട്ട്. ക്ലിയർ ആണോ? എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നതാണ് ചില circumstances or conditions are listed in the policy that are not covered under the risk of the policy. പോളിസിയുടെ റിസ്കിന്റെ ഉള്ളിൽ വരാത്തത് എന്ന് പറഞ്ഞിട്ട് കുറെ സിറ്റുവേഷൻസും സർക്കംസ്റ്റൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെയാണ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയത്. ഇതൊന്നും റിസ്ക് അല്ല, അല്ലെങ്കിൽ ഇതൊന്നും കവറേജ് കിട്ടാത്തതാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാണ്. ആ ലിസ്റ്റിൽ പെട്ടവർക്ക് ഒന്നും എന്തെങ്കിലും വരില്ല, ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടില്ല. അത്തരം ലിസ്റ്റിൽ വന്നിരിക്കുന്ന തരത്തിലാണ് എക്സ്ക്ലൂഷൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ എക്സ്ക്ലൂഷൻ എന്താണെന്ന്? ഓക്കെ, ഇതൊരു ചെറിയ പുതിയ ടോപ്പിക് ആയതുകൊണ്ട് ഇത് കുറെ പ്രാവശ്യം ഒരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ബോറടിക്കുന്ന പോലെ തോന്നും, പക്ഷെ ഐ എം ഹെൽപ്ലെസ് ബിക്കോസ് കണ്ടു ചിലർക്ക് അത് പെട്ടെന്ന് ക്ലിയർ ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് കുറെ പ്രാവശ്യം പറയുന്നത്. കൊമേഴ്സുകാർക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവുകൊണ്ടാ. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവർക്ക് ഒരു ടോപ്പിക് ഒരു ഇത് തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. ഇൻഷുറൻസിനെ കുറിച്ച് പല തരത്തിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അടുത്തെന്താ? എക്സ്ക്ലൂഷൻ കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെയാണ്. അവർ വീണ്ടും വേറെ രീതിയിൽ പറഞ്ഞേക്കാണ്. The insurance coverage which covers the cost of insured individuals' diseases and medical and surgical expenses. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ചിലവ് വരും, സർജറിയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ വരും. ഇത്തരം ചെലവുകളെല്ലാം കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ കുറച്ചുകൂടി വേറെ രീതിയിൽ പറഞ്ഞേക്കുന്നത് മാത്രം അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾക്ക് കിട്ടുന്ന ഇൻഷുറൻസിനെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. അതൊക്കെ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇൻഷുറൻസ് ഏത് കവർ ചെയ്യുന്നത്? നമ്മുടെ മെഡിക്കൽ ആൻഡ് അതുപോലെ തന്നെ സർജിക്കൽ എക്സ്പെൻസസ്, എന്താ പറയുക, സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരു ഇൻഷുറൻസിന്റെ ചെലവുകളെല്ലാം വഹിക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയില്ലേ? എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. ആ ബോൾഡായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്താണ്? മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. Mediclaim insurance are the insurance which covers the hospitalization expenses based on the maximum amount sum assured by the insured. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര തുക ഉണ്ടാകും, ഇത്ര രൂപ വരെ, 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സം ഇൻഷുർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ പറയാ സമ്പർഷ്വേഡ് എന്നാണ് പറയാ. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ചികിത്സ നമുക്ക് ഹോസ്പിറ്റലിൽ പരമാവധി അതുവരെ കിട്ടുന്നത്. ചില ഇൻഷുറൻസ്, എല്ലാ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഒരു തുകയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മള് എന്താ പറയാ, നിങ്ങൾക്ക് ഈ കുടുംബശ്രീ പോലെയുള്ള ഗ്രൂപ്പുകളിൽ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അല്ലെ? കുടുംബശ്രീയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. കാരണം നമ്മൾ ഇത്ര ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ, ഇങ്ങനത്തെ പോളിസീസ് ഒക്കെ ഇവരുള്ള ആളുകൾക്ക് അംഗങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം 5 ലക്ഷം രൂപ വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ കിട്ടും. ആ പറഞ്ഞ തുക, ആ ഓഫർ ചെയ്തിരിക്കുന്ന തുക, അതിനെയാണ് നമ്മൾ സം അഷ്വേർഡ് അല്ലെങ്കിൽ സം ഇൻഷുർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ സം ഇൻഷുർഡ് നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി തരാമെന്ന് പറയുന്ന ആ കവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുക. മെഡിക്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. ഓക്കെ, ആശുപത്രിയിൽ ചെലവാകുന്ന തുകകളാണ്. അല്ലാണ്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു അല്ലെങ്കിൽ ആകാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. ഹോസ്പിറ്റലൈസേഷൻ സമയത്താണ് ഇത്തരം കാര്യങ്ങള് കാശ് തരണം അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിയിക്കേണ്ടത്. എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ അസുഖം വന്ന് അല്ലെങ്കിൽ ആക്സിഡന്റ് വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ അറിയിച്ച് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി അതിന്റെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പെട്ടെന്ന് നടക്കില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും ചിലതിന്. അപ്പൊ അത് കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഓൾ ദ തിങ്സ് ഷുഡ് ബി ക്ലിയർ. എല്ലാം ക്ലിയർ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. മനസ്സിലായോ? അപ്പൊ പറഞ്ഞേക്കണം ഓഫർ ചെയ്തിരിക്കുന്ന എത്ര രൂപയാണ് അതുവരെ പരമാവധി നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടും. അതിനെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യും മെഡിക്ലെയിം ഇൻഷുറൻസിൽ എടുത്തു പറയുന്നുണ്ട്. ഇവന്റ് ഓഫ് സഡൻ ഇൽനസ്, പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള രോഗം. സെന്റൻസിൽ കറക്ഷൻ ഇല്ലല്ലോ. Mediclaim insurance is the cover which looks after the hospitalization expenses based on maximum sum insured.
ഓഫ് ദ ഇൻഷുർഡ് വേണ്ട അല്ലെ, സം ഇൻഷുർഡ് വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ആ ഓഫ് ദ ഇൻഷുർഡ് വേണമെന്നില്ല. കട്ട് ചെയ്തു ആ സെന്റൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇനി എന്തൊക്കെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസാ വരിക? ഒന്നാമത്തെ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന രോഗം, ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാകാം, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയാലും പെട്ടെന്നുണ്ടാകുക. അതായത് ദീർഘകാലമായിട്ട് ഉണ്ടെന്നുള്ളതല്ല, അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ചില പ്രത്യേക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻഷുറൻസിന് ബാധകമാണ് കേട്ടോ, കൃത്യമായിട്ട്. ഓക്കെ, പിന്നെന്താ ഇവന്റ് ഓഫ് ആക്സിഡന്റ്, പിന്നെന്താ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തില് ആക്സിഡന്റ് മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നും വരണതല്ല, ആക്സിഡന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാ. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാല്, പിന്നെ ഇൻ കേസ് ഓഫ് സർജറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പോളിസി എടുക്കുന്ന ആ ഡ്യൂറേഷനിൽ നമുക്ക് ഏതെങ്കിലും തരത്തില് വലിയ സർജറി ഒക്കെ വേണ്ടി വന്നു, ആ പർട്ടിക്കുലർ പീരീഡിന് വേണം കേട്ടാ. പോളിസിയുടെ എഗ്രിമെന്റിന്റെ ടൈം കഴിഞ്ഞിട്ടല്ല, ആ ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ആ പീരീഡിനുള്ളിൽ ഇഫ് യു ഹാവ് അണ്ടർഗോൺ സം ടൈപ്പ് ഓഫ് സർജറി, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർജറിക്ക് വിധേയമാകുകയാണെങ്കിൽ അത്. അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആര് തരുന്നത്? മെഡിക്ലെയിം ഇൻഷുറൻസ് തരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, in the event of accidents, and in case of surgery required due to any diseases during that policy period. പോളിസി പീരീഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തില് അസുഖങ്ങൾ വന്ന് സർജറിക്ക് വിധേയമാകുകയാണെങ്കിൽ. ക്ലിയർ ആയോ? ആ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, 3 പോയിന്റ്. അപ്പൊ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേമുകളാണ് നമുക്ക് പറഞ്ഞ്. എത്ര ടേം പഠിച്ചു നമുക്ക് നോക്കാം. ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? 10 മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ പോകുന്നൊന്നുമില്ല, കാരണം ഓൾറെഡി ഇത്രയും എന്താ പറയാ എല്ലാം നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഇനി we have to know which are the major insurance companies in India. ഇൻഷുറൻസിന്റെ പല കമ്പനികളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള ചില പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്. വെറുതെ ഉള്ള പേര് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ അങ്ങനത്തെ ചോദിക്കും. എന്താ പറയാ, താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഇൻഷുറൻസ് ഫേമിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരിക? ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ, അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതാണ്? ഇതിനപ്പുറം വേറെ ഇൻഷുറൻസ് ഫേമുകൾ ഇല്ലേ എന്നൊരു ചോദ്യം വേണ്ട. ബിക്കോസ് മേജർ വൺസ് ഗിവൺ. ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ്. അവയവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI Prudential, Max Health and MetLife India. 6 പേര് കൊടുത്തിട്ടുണ്ട്. Once again, അവയവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI Prudential, Max Health and MetLife India. ഇന്ത്യയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെ ഫേമുകളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നൗ ഇങ്ങനെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എന്തിനാണ്? ഈസ് ദർ എനി അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്? ഇങ്ങനെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? കാശ്മീർ പോയി ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പോലെ, അല്ലെങ്കിൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ രോഗമല്ലേ, എന്തിനാ നമ്മൾ മൊത്തം ഇൻഷുറൻസ് എടുത്ത് കാശ് കളയുന്നത്? അത് വരുമ്പോഴല്ലേ എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കാരണങ്ങള് മനസ്സിലുണ്ടാകും അല്ലെ? പക്ഷെ ഒട്ടൊക്കെ അഡ്വാൻറ്റേജസ്, അതിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. നേട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പേര് ഇതൊക്കെ എടുക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് വർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ, ഇന്നത്തെ വലിയ എനർജി ആയിട്ടൊക്കെ നമ്മൾ നടത്തേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്നാണ് ചില രോഗങ്ങൾ ഇന്നത്തെ കാലത്ത് വരുന്നത്. പണ്ടൊന്നും ഇത്ര വലിയ തോതിൽ വലിയ റേഷ്യോയിൽ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആരും ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അതിന്റെ നിരക്ക് കുറച്ച് കൂടുതലാണ് അല്ലേ? അത് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളാണോ കൊറോണയ്ക്കൊക്കെ ശേഷം ഇങ്ങോട്ട്, കൊറോണയ്ക്ക് ശേഷം ഒന്നുമില്ല,
അതിന് മുൻപാണെങ്കിൽ വേറെ മറ്റേ നിപ്പായും ഇതൊക്കെ വന്നപ്പോ തുടങ്ങിയൊക്കെ ഓരോ രീതിയിലൊക്കെ നമ്മള് പല രീതിയിലും പല നാടുകളിലും ഒക്കെ ഒരുപാട് അത് അഡ്വാൻസ്ലി വളരെ മോശം രീതിയിൽ അതൊക്കെ അഫക്ട് ചെയ്തിരിക്കും അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഏത് സമയവും നമുക്ക് ഓരോ പ്രത്യേക രോഗങ്ങളെ കുറിച്ച് പടർന്നു, അത് പടർന്നു, ഇത് പടർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേൾക്കണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അത്തരം ഒരു കൺട്രിയിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് രോഗങ്ങൾ വേണമെങ്കിലും നമ്മളെ അഫക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുപാട് അസുഖങ്ങളിൽ നമ്മൾ തന്നെ ഹാബിറ്റിലേക്ക് വരുന്നത് അല്ലെ. നമ്മളുടെ തന്നെ ഒരു ചില രീതികൾ ശീലങ്ങൾ കൊണ്ട് അല്ലെ. എപ്പോഴും ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യാം, റെഗുലർ ആയ ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിക്കാതിരിക്കുക, തോന്നിയ പോലെ കഴിക്കുക അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇന്ന് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോ it's very necessary to have any type of medical insurance. ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്ന നല്ലതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയാം. ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് ഫ്രം അവർ പോക്കറ്റ്സ് which leads to financial crisis. നോക്കിയാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറയാറുണ്ട് ആൾക്കാർ എന്ത് സമ്പാദിച്ചാലും ഒരു പനിക്കുള്ളൂന്ന് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഒരു പനിക്കുള്ളൂന്ന്, എന്തെങ്കിലും ഒരു വയ്യായിക ഒരു പനിയൊക്കെ വന്നു, ചിലപ്പോ ഒരു പനിയായിരിക്കാം. ചിലപ്പോ പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണമായിട്ട് വരും. ചില രോഗങ്ങള് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിയായിട്ട്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോ അവര് പറയുന്ന കുറെ ടെസ്റ്റുകൾ നടത്തി കയ്യിൽ ഇരുന്ന കാശ് പോകുന്ന വഴി അറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചിലവർക്ക് അതൊന്നും ചിലപ്പോ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം അവർ നേരിടും, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടും അല്ലെ. ഭയങ്കര സാമ്പത്തിക മാന്ദ്യം അവര് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഡയറക്റ്റ് പേയ്മെന്റ്, ഇങ്ങനെ ഒരു പൈസ ഇത്രയും ഹോസ്പിറ്റലിൽ ഒരു 10,000 കിട്ടും, 1,00,000 കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യില് നമ്മൾ വളരെ ചോരനീരാക്കി ഉണ്ടാക്കിയ ആ സമ്പാദിക്കായിരിക്കും, സേവിങ്സ് ഒക്കെ ആയിരിക്കും കൊണ്ടുപോയി നമുക്ക് അന്നേരം എന്താ അയ്യോ ഞാൻ ഇതിനു വേണ്ടി കൂട്ടി വെച്ചേക്കണതാ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിട്ടും. അല്ല, ആ സമയം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ലൈഫാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മാറുകയാണ് ചെയ്യാം. അത് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക് എന്താ പറയാ നയിക്കും. സോ പക്ഷെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ഇറ്റ് പെർമിറ്റ്സ് ദ പുവർ പേഷ്യന്റ് ടു ആക്സസ് ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ. അപ്പൊ എന്ത് പറ്റും, ചില ആൾക്കാർക്ക് ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പൈസ ഇത്ര കെട്ടണം എന്നൊക്കെ ഹോസ്പിറ്റൽസ് പറയാറില്ലേ. ഇത്ര രൂപ വരും, 1,00,000, അതാണ് സർജറിക്ക് വേണ്ടത്തില്ല. നമ്മൾ കൊണ്ടു കിട്ടിയിരിക്കും. നമ്മൾ എത്രയോ ഓരോ ദിവസവും നമ്മൾ ഇപ്പൊ ഏതെങ്കിലും സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ എന്താ പറയാ, ചില ആളുകൾ സഫറിംഗ് ഫ്രം എ ലോട്ട് ഓഫ് എന്താ പറയുക ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ വീഡിയോസ് അടക്കം എടുത്തിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾ ഇത്ര രൂപ ഇതെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്തോരം കണക്ക് എഴുതുന്നത്. അവരുടെ കയ്യിൽ അതിന് കൊടുക്കാൻ ആ എമൗണ്ട് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഇത്രയും പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കഷ്ടത്തിൽ അവരത് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് കയ്യിൽ കാശില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നല്ലൊരു ചികിത്സ ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാൻ വേണ്ടി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ഇത്ര രൂപയെങ്കിലും നിങ്ങൾ ചെയ്ത് എന്റെ ഒരു ചികിത്സയ്ക്ക് ഇത്ര ലക്ഷം രൂപ ആകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഷെയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ചില പേഷ്യൻസിന് അങ്ങനെയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകളൊക്കെ അവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു മെഡിക്കൽ ഇൻഷുറൻസുകളുണ്ടെങ്കിൽ ഇത് പെർമിറ്റ്സ് ദ ഈവൻ ദ പുവർ, ചെറിയ ദരിദ്രരായിട്ടുള്ള പേഷ്യൻസിന് പോലും ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് സർവീസസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഹോസ്പിറ്റൽസിൽ കിട്ടും. കാരണം അവരുടെ പൈസ ഉണ്ട്, അവരെല്ലാം പൈസ കൊടുക്കുന്നത്, അതിന് ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി കൊടുത്തോളും. സോ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും, തന്റെ കസ്റ്റമർക്ക്, ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കസ്റ്റമർ ആണല്ലോ അവരുടെ പോളിസി എടുത്തിരിക്കുന്നവര്, അവര് നല്ല ചികിത്സ കൊടുക്കണം. എന്നാല് 10 ആള് അറിഞ്ഞു കഴിയുമ്പോ ഇനിയും ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തോളും. ഓക്കെ, അതാണ്. അപ്പൊ ഡയറക്റ്റ് പേയ്മെന്റ് നമ്മുടെ പോക്കറ്റിൽ കൊടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. ഇത് അവോയ്ഡ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് അഡ്വാൻറ്റേജ് മനസ്സിലായോ എല്ലാവർക്കും? ആരെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി? ഉറങ്ങിപ്പോയി തോന്നുന്നത്. ആരുടെയും മറുപടി ഇല്ല, എസ് ഇല്ല, തമ്പില്ല, നോ ഇല്ല, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഇനി എന്താ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ ബി send or lend their families to
പോവാണെങ്കിൽ ഭയങ്കര പൂജ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, ചിലപ്പോൾ ഇച്ചിരി സ്ഥലമായിരിക്കാം, അത് പണയം വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി സ്വർണ്ണമായിരിക്കാം, അത് വിൽക്കേണ്ടി വരും. വലിയ എമൗണ്ട് ഒക്കെ ഹോസ്പിറ്റലിൽ എത്തി ചികിത്സ തേടാനായിട്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വലിയ ഓപ്പറേഷൻസ് ഒക്കെ ഉദ്ദേശിച്ചിട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു അവയവം മാറ്റി വെക്കുക, അതിനൊക്കെ ഹ്യൂജ് എമൗണ്ടിന്റെ വരും. അപ്പൊ അതൊക്കെ കിട്ടിയുമ്പോ തികച്ചും ദരിദ്രരായി പോകാൻ സാധ്യതയുണ്ട് അവര്. കാരണം വീടൊന്നുമില്ല, ചികിത്സയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആള് രക്ഷപ്പെട്ടു വന്നാല് ചിലപ്പോ ഏതെങ്കിലും റോഡ് സൈഡിലാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് പോലും കിടക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതെ ചിലപ്പോൾ വീടും കുടിയൊക്കെ നഷ്ടപ്പെട്ടവരും ആയിപ്പോകും. അതുകൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസുകാര് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് ഒക്കെ എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് ഇടപെട്ടിട്ട് ആ പേയ്മെന്റുകൾ നടത്തും. അപ്പൊ അങ്ങനെയുള്ള പോവർട്ടിയിലേക്ക് ഫാമിലീസിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയിട്ടുള്ള സെക്കൻഡ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായി. ഹെൽത്ത് കെയർ, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ കുഞ്ഞു പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇത് ഇത്രയും മതി. ഡയറക്റ്റ് പേയ്മെന്റ് ഔട്ട് ഓഫ് പോക്കറ്റ് റിസൾട്ടിങ് ഫിനാൻഷ്യൽ ക്രൈസിസ്. അഡ്വാൻറ്റേജസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം മെഡിക്കൽ ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഇരുന്നിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അടുത്ത എന്താന്ന് നോക്കിയാൽ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്താ നെഗോഷിയേഷൻ? ചർച്ച ചെയ്യുക. അതായത് അപ്പൊ കൂടി ആലോചിക്കാനൊക്കെ പറ്റും. ഇൻഷുറൻസ് കമ്പനി പേഷ്യന്റുമായിട്ട് ആലോചിക്കും, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് എന്താ പറയാ ചികിത്സ ട്രീറ്റ്മെന്റ് വേണ്ടേ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം ചൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാനോ ഇൻഷുറൻസ് കമ്പനിക്കാര്, കാരണം അവരാണല്ലോ പൈസ ചെലവാക്കണേ. അപ്പൊ എന്റെ പേഷ്യന്റ് എന്ത് ചെയ്യണം, എന്റെ കസ്റ്റമർ ഒരു ക്ലയന്റ് നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടട്ടെ എന്നാണ് ഇൻഷുറൻസ് കമ്പനിയും ആഗ്രഹിക്കുക. അപ്പൊ അത് വെച്ച് നമ്മളോട് ആലോചിക്കും. ആ ഒരു നെഗോഷിയേഷന് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിൽ എന്താ പറയുക ഒരു അവസരമുണ്ട്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൂടി നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ അവർ പറയുന്ന തുകയൊക്കെ കെട്ടി ഓപ്പറേഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നടത്തിപ്പിടിക്കുന്നു. അതേസമയം ഇൻഷുറൻസ് കമ്പനി ഇടപെടുകയാണെങ്കിൽ അവർ എവിടെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവർ 3 നിലയും തുടങ്ങി ജോലി ചെയ്യലോ, അവർക്ക് ഒത്തിരി ഹോസ്പിറ്റൽസും ഒക്കെ ആയിട്ട് നല്ല ടൈപ്പൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് ആലോചിച്ച് പേഷ്യന്റിന് നല്ല കെയർ കിട്ടണം, ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സൗകര്യം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് us from high unexpected cost. എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ളത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ ചെലവുകളൊക്കെ നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നത്. വേണ്ടാത്ത കുറെ ചെലവുകൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കും. കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് ഓരോന്നിന്റെയും എവിഡൻസ് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കി കറക്റ്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് us from high unexpected അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളെ അതിനെതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അടുത്തത് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി അഫോർഡബിൾ. പിന്നെന്താ, നമുക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ടും അല്ലെങ്കിൽ എത്ര നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, എനിക്ക് ഇന്ന ആശുപത്രി പോകണ്ട, കാരണം എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, കാരണം അവിടെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാം. അതേസമയം മറ്റേ ഇൻഷുറൻസ് ഇല്ലാത്ത ആള് അവിടെ പോകണ്ട, കാരണം അത്രയും പൈസ ചെലവാക്കാൻ എന്നില്ല, അത്രയും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, അത് തൽക്കാലത്തേക്കൊന്നും അറിയാൻ മതി എന്ന് നമ്മള് പതുക്കൊന്നും ഒതുങ്ങിക്കൂടും. പക്ഷെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നോ അത്തരം ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. ക്ലിയർ ആയോ? അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന്റെ, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അത്ര ക്ലിയർ? മനസ്സിലായില്ലേ? ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടാക്സ് ബെനിഫിറ്റ്. ഇനി എന്താ ടാക്സ് ബെനിഫിറ്റ്? ടാക്സ് എന്ന് പറഞ്ഞറിയാലോ, നികുതി അല്ലെ? നികുതി. ഈ നികുതി കൊണ്ടുള്ള ഒരു നേട്ടം എന്താന്ന് പറയട്ടെ.
അതായത് ചില പേഴ്സൺസ് ഹാവ് ടു പേ, ടാക്സബിൾ പേഴ്സൺസ് ആയിരിക്കും. ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ചില ഇൻകം അനുസരിച്ച്, വരുമാനം അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരുണ്ട് അല്ലെ. ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. ഈ ടാക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവന്റെ ഇൻകം ബേസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അവരുടെ എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് നമ്മളുടെ ഇൻകം ഉള്ളത്, അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് ആണ് ടാക്സ് ഈടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോ ഇപ്പൊ ആ ആൾക്ക് ഒരു ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി പ്രീമിയം അടയ്ക്കില്ലോ. പ്രീമിയം നിശ്ചിത തുക ഇങ്ങനെ മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴേ അടയ്ക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ പ്രീമിയം അടയ്ക്കുന്ന തുക when it is converted into annual, അത് വർഷത്തിലേക്ക് ആക്കി മാറുമ്പോൾ ചിലപ്പോൾ അത് വലിയ തുകയായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ആ ഇൻകമിൽ നിന്ന് ഈ അടച്ചിരിക്കുന്ന പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മളിങ്ങനെ മാസത്തിൽ 1000 രൂപ വെച്ചോ 2000 രൂപ വെച്ചോ 12 മാസത്തേക്ക് 12,000 രൂപയായി. ഓക്കെ, അപ്പൊ അങ്ങനെ ആ അടയ്ക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു, ആ ടാക്സിന് കൊടുക്കേണ്ട എമൗണ്ടിന് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ എമൗണ്ട് അത് കുറയ്ക്കും. പ്രീമിയത്തിന്റെ എമൗണ്ട് കുറച്ചിട്ട് പ്രീമിയം അടച്ച തുക ലെസ് ചെയ്ത് ഡിഡക്ട് ചെയ്തിട്ട് ആണ് ബാക്കിയുള്ള എമൗണ്ടിനുള്ള ടാക്സ് മാത്രം അടച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് അതിനെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടാക്സിനും ഒരു നേട്ടം കൂടിയാണ് ഇത്തരം ഇൻഷുറൻസ് പോളിസീസ്, മെഡിക്കൽ ഇൻഷുറൻസ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പൊ ഡയറക്റ്റ് പേയ്മെന്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. മെഡിക്കൽ ഇൻഷുറൻസ് അതിന് നമ്മളെ കുറെ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില മെഡിക്കൽ എന്താ പറയാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് ഫാമിലീസിനെ പോവർട്ടിയിലേക്ക് നയിക്കും. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് അത് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പേഷ്യൻസുമായിട്ട് നെഗോഷിയേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ അൺഎക്സ്പെക്ടഡ് കോസ്റ്റുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലും മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റിനും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റബിൾ ആണ്. ക്ലിയർ ആയോ? 6 പോയിന്റ് മനസ്സിലായോ? അഡ്വാൻറ്റേജസ് മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയണം. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണോ? അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റോടുകൂടി കേൾക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള അജ്ഞത, അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാറൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഗുണവശവും അതുപോലെ ദോഷവശവും ഒക്കെ മനസ്സിലാക്കി വേണം ഓരോ ഇൻഷുറൻസും നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ കൂടി ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. കുറെ അതിനു മുമ്പ് നമുക്കൊരു 2 minutes ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രമ്യ മിസ്സിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. 30 minutes ഉള്ളൂ. ടീച്ചറുടെ ടോപ്പിക് ഏകദേശം തീരാറായി. എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഇടയിൽ ഏതെങ്കിലും ദിവസം കിട്ടുകയാണെങ്കിലും കൂടി കയറണം. അപ്പൊ ഇന്നിപ്പോ ഞാൻ തന്നെ എടുക്കും 1/2 മണിക്കൂർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്. അടുത്ത ലാസ്റ്റ് ഹാഫ് ആൻ അവേഴ്സ് ടീച്ചർ തന്നെ എടുത്തുള്ളൂ. ബ്രേക്ക് ആണ്. ഒന്നും പോകരുത്. ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ വീണ്ടും ജോയിൻ ചെയ്യണം. ഓക്കെ.
ഓക്കെ, സോ ബാക്കി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ട കുറെ പുതിയ പുതിയ വേർഡുകൾ, പുതിയ ടേംസ് ആണ്. അത് നമ്മൾ പഠിച്ചു, 10 പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്, അഡ്വാൻറ്റേജസ്, ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്താണ്, പിന്നെ കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പുതിയ എന്താ പറയുക, സോറി പുതിയതല്ല, മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളും നമ്മൾ കണ്ടു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യം വന്നു കഴിഞ്ഞാൽ അത് അതിന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുക, ആശുപത്രി പോകുക, അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെ ചെലവുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ് ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് തരുന്ന കവറേജുകൾ, ഏതൊക്കെ എക്സ്പെൻസുകൾക്ക് കവറേജ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. Inpatient hospitalization. That means the patients, those who are hospitalized due to some kinds of injury or illness, will be covered under the health insurance plan. ഈ നമ്മുടെ ഏതെങ്കിലും രോഗം അല്ലെങ്കിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെ പേഷ്യൻസിന് കിട്ടുന്ന കവറേജ് ആണ് ഏത്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനി അന്നേരം മീറ്റ് ചെയ്യുന്ന കുറച്ച് ചെലവുകളുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? റൂം റെന്റ്, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ റൂമിലാണ് കിടത്തിരിക്കുന്ന അതിന്റെ റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, അതായത് അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ നഴ്സസ് മറ്റൊക്കെ വേണ്ടിയിട്ട് വരുന്ന കുറെ ചെലവുകൾ വേറെ ഉണ്ടല്ലോ മരുന്നല്ലാണ്ട്. ഓക്കെ, ടാക്സ് കൊടുക്കുമ്പോ ഞാൻ ചോദിച്ചിട്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് വേറെ അടുത്തേക്ക് പോയത്. ടാക്സ് കൊടുക്കുമ്പോഴില്ലേ, അതായത് നമ്മളിപ്പോ ഞാൻ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. ആ ഇൻഷുറൻസ് എടുക്കുമ്പോ ഒരു പ്രീമിയം, ഒരു നിശ്ചിത തുക പ്രീമിയം ആയിട്ട് അടയ്ക്കണം വിചാരിക്കേ. ആ മന്ത്ലി 1000 ഫോർ എക്സാമ്പിൾ 1000 രൂപ വെച്ച് ഞാൻ പ്രീമിയം അടയ്ക്കുന്നത് എല്ലാ മാസവും. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയാണെങ്കിൽ എനിക്ക് ആ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാമെന്നാണ് ഇൻഷുറൻസ് കമ്പനിയുടെ എഗ്രിമെന്റ്. അങ്ങനെയാണ് ആ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ പറയാ, എന്റെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ടാക്സ് അടയ്ക്കേണ്ട ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് എന്ന് വിചാരിക്കാം നിങ്ങൾ. ഞാൻ ഒരു ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണ്, ഒരു ടാക്സ് അടയ്ക്കേണ്ട പൗരനാണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്കൊരു ടാക്സിന് ഇത്ര രൂപയിൽ ഇൻകമിന് കൂടുതൽ ആണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വരുമാനം ഇത്ര രൂപയിൽ എക്സസ് ആകുമ്പോൾ ടാക്സബിൾ ആകും, നമ്മളുടെ എമൗണ്ട് ടാക്സബിൾ ആകും. മനസ്സിലായി? അപ്പൊ ഗവൺമെന്റിലേക്ക് ഒരു നിശ്ചിത തുക ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഞാനൊരു ടാക്സ് പേഴ്സൺ ആണെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം, 5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഈ ഒരു പ്രീമിയം ഇങ്ങനെ അടച്ചിട്ടുണ്ട്, എല്ലാ മാസവും 1000 രൂപ വെച്ച് 12 മാസം ഒരു വർഷത്തേക്ക് അടച്ചിട്ടുണ്ട്. ഒരു 12000 രൂപയും ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ ഈ കൊടുക്കേണ്ട 5 ലക്ഷത്തിന്റെ രൂപയിൽ നിന്ന് ഈ 12000 നമ്മൾ അടച്ച പ്രീമിയത്തിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യും. പ്രീമിയം ആനുവൽ ആയിട്ടാണ്, എല്ലാ മാസത്തിന്റെ കാര്യമല്ല. മനസ്സിലായോ? ആനുവൽ ആയിക്കോളൂ, ആനുവൽ കാൽക്കുലേഷൻ ആണ്, ടാക്സ് ഒക്കെ കൊടുക്കേണ്ട ആനുവൽ ആയിട്ടാണ്. അപ്പൊ ഈ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ 12000 രൂപ ഞാൻ പ്രീമിയം ആയിട്ട് അടച്ചത് ഡിഡക്ട് ചെയ്ത് കുറയ്ക്കുന്നു. ബാക്കിയുള്ളതിന്റെ 5% കൊടുത്താൽ മതിയെന്ന്. അപ്പൊ ടാക്സ് ഒരു ബെനിഫിറ്റ് ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. മനസ്സിലായോ? യെസ്, ഓക്കെ. അടുത്തത് അപ്പൊ ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകള്, ഏതൊക്കെ ചെലവുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ റൂം റെന്റ്, പിന്നെ അവിടെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നഴ്സിംഗ് എക്സ്പെൻസുകൾ, പിന്നെ ICU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ICU കൊടുക്കുന്ന ചാർജ്, അതിന് പൈസ ഉണ്ടാവുമല്ലോ. ഒരു പേഷ്യന്റിന് ഇത്ര ദിവസമൊക്കെ ICU കഴിഞ്ഞാൽ അതനുസരിച്ച് അതിന് റെന്റ് ഉണ്ട്, വാടകയുണ്ട്. അത് ഹോസ്പിറ്റൽസ് ഈടാക്കും. അപ്പൊ അവരുടെ എന്താ പറയാ ഫെസിലിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുകയല്ലേ, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് മറ്റൊക്കെ. അപ്പൊ അതിനൊരു ചാർജ് ഉണ്ടായിരിക്കും. ആ ചാർജിനൊക്കെ ഇൻഷുറൻസ് കവറേജ് കിട്ടും, ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ ഇതില്ല, ഇതൊക്കെ നമ്മുടെ കാശുള്ളവരല്ലെങ്കിൽ. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊരു എമൗണ്ട് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. പിന്നെന്താ, ഏതൊക്കെ സർജറീസ് വരികയാണെങ്കിൽ ഇനി ആ സർജറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചില ടൂൾസും എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കുന്ന ചില ഉപകരണമൊക്കെ ഇപ്പൊ ഡിസ്പോസിബിൾ ആണല്ലോ,
ഒരു പേഷ്യന്റിന് ഉപയോഗിച്ചിട്ട് മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റാത്ത ചില ഇൻസ്ട്രുമെന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കേണ്ടി വരും പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചെലവുകൾ. ഇതെല്ലാം ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ വരും. മനസ്സിലായി? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ ഒരു പേഷ്യന്റിന്റെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉള്ള കവറേജ് ആണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കണ്ട, റൂം റെന്റ്, ICU ചാർജസ്, നഴ്സിംഗ് ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, അത് കോസ്റ്റ് സർജിക്കൽ ടൂൾസ്, അതുപോലെ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷന്റെ ആ ഫസ്റ്റ് സെന്റൻസ് അപ്ലൈ ചെയ്യാം. In case the patient is hospitalized due to an injury or illness and it is covered in your health insurance plan, the hospitalization met by the insurer. ഏതൊക്കെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ് മീറ്റ് ചെയ്യുന്നത്? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതിനു ശേഷം ആ 6 പോയിന്റ് മുതൽ ടിക്കറ്റ് വെച്ചേക്ക. മനസ്സിലായോ? അപ്പൊ ആശുപത്രി കിടന്നാലുള്ള ചെലവില് എടുത്തു പറഞ്ഞിരിക്കുന്ന കുറച്ച് എക്സ്പെൻസുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ക്ലിയർ ആണോ? പറഞ്ഞോട്ടെ. അടുത്തത് ഞാൻ ഇനി പോയിപ്പോ ഇനി മോളിൽ നിന്ന് വരരുത് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതാണ് പറഞ്ഞുതരും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. നേരത്തെ പറഞ്ഞു ഇൻ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ആശുപത്രിയിൽ കിടത്തി അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ടുള്ള ചെലവുകൾ ഏതൊക്കെയാണ് കവറേജിൽ വരുന്നതെന്നാണ് മുകളിൽ പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താ? അടുത്ത പറഞ്ഞ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് വരുന്ന ചെലവ്. മനസ്സിലായോ? അഡ്മിറ്റ് ചെയ്തെങ്കിൽ ഏതാണ് ഇനി പരിശോധിക്കണം, ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റിന്റെ റിസൾട്ട് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്താ പറയുക, പേഷ്യന്റിന് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറയുള്ളൂ. വഴി പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർമാർ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നില്ലല്ലോ. ചില രോഗങ്ങൾക്ക് കാണുമ്പോഴേ സീരിയസ് ആണ്, അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചില രോഗങ്ങൾക്ക് അതിന്റെ എന്താ പറയാ, ചില ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെ റിസൾട്ട് വരണം. ഓക്കെ, സോ വി ഹാവ് ടു വെയിറ്റ്. അപ്പൊ വെയിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസുകളും ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദ ഇൻഷുറൻസ് പ്ലാൻ. ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ആ ചെലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. കണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞില്ലേ, അതായത് രോഗം എന്താണെന്ന് പരിശോധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റിലൂടെ ഒക്കെ അറിയുന്നതാണ് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈമറി പ്രൊസീജിയേഴ്സ്, പിന്നെ ചിലപ്പോ വല്ല ആക്സിഡന്റ് പറ്റി വല്ല മുറിവൊക്കെയാണ്, ഡ്രസ്സൊക്കെ ചെയ്തു അതൊക്കെ വെച്ച് കിട്ടി, അതൊക്കെയാണ് പ്രൈമറി പ്രൊസീജിയേഴ്സ്. പ്രിവെന്റീവ് സർജറീസ്, ചിലപ്പോ ബ്ലഡ് ഒക്കെ ഓവർഫ്ലോ ചെയ്യുന്നത്, ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ ആണ്, പെട്ടെന്ന് എന്തെങ്കിലും സർജറി നടത്തി ആ ഫ്ലോ ഓഫ് ബ്ലഡ് ഒക്കെ ചിലപ്പോ കുറയ്ക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ഏതെങ്കിലും രോഗം മനസ്സിലാക്കാനുള്ള ടെസ്റ്റ്, പിന്നെ വന്ന തിയേറ്ററിൽ തന്നെ ചിലപ്പോൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ അഡ്മിഷന് മുമ്പ്. ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ ഇതിൽ ഒരു പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വരും. മനസ്സിലായോ? അപ്പോ പേഷ്യന്റ് ബിഫോർ ഹോസ്പിറ്റലൈസ്ഡ് കേട്ടോ, പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസുകൾ അത് നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിൽ വരാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മറക്കണ്ട. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ഓഫ്, ഈ സെന്റൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സെന്റൻസ് പഠിക്കുമ്പോൾ ദീസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. ദീസ് എന്ന് പറഞ്ഞല്ല പഠിക്കേണ്ടത്. പിന്നെ എങ്ങനെ പഠിക്കണം? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഏതൊക്കെയാണ്? ഡോക്ടർ കൺസൾട്ടേഷൻസ്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ് എക്സെട്ര. ക്ലിയർ ആയോ? ഏതൊക്കെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് മനസ്സിലായോ? ഒന്നും രണ്ടും പോയിന്റ് വായിച്ചു നോക്കൂ. 1 ഉം 2 പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും അതിന് മുമ്പ് ആദ്യം പറഞ്ഞ ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇത് രണ്ടിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വേഗം നോക്ക്. ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? എല്ലാം പറഞ്ഞു പറയട്ടെ. രണ്ടാമത്തെയാണോ? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് വരുന്ന ചെലവ്
ഇൻഷുറൻസ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു, പക്ഷെ അഡ്മിഷനുമായിട്ടില്ല. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ വാതിക്ക വന്നു കഴിഞ്ഞപ്പോ ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഹൈ ഇഞ്ചുറി ഉണ്ടായിട്ട് ഇല്ല ബ്ലഡ് ഒക്കെ ഓവർഫ്ലോ ചെയ്യാണ്, ബ്ലീഡിംഗ് ഒക്കെ നല്ലതുണ്ട്, അപ്പോൾ നല്ല പെട്ടെന്ന് ഒരു സർജറി നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എന്താണ് രോഗം അല്ലെങ്കിൽ എന്ത് പറ്റിയതാണ് എന്നറിയണം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തണം, ചിലപ്പോൾ ചില മരുന്ന് കൊടുക്കേണ്ട, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അങ്ങനെ തന്നെ പഠിക്കണം എന്തൊക്കെ ചെലവുകളാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നത്. അങ്ങനെ തന്നെ പഠിക്കാനുള്ളത്. പ്രീ എന്ന് പറഞ്ഞാൽ അറിയാലോ, മുമ്പുള്ളത്. എപ്പോഴേക്ക് മുമ്പുള്ളത്? ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ളത് ചെലവുകൾ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ചെലവാണ് ഇൻഷുറൻസ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഫീസ്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള കാശുകള്, പിന്നെ പ്രൈമറി പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും നടത്തി അതിന്റെ പൈസ, എമൗണ്ട്, പ്രിവെന്റീവ് സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതുപോലെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ എന്ന് പറഞ്ഞാൽ അഡ്മിഷന് മുമ്പുള്ളത്. പോസ്റ്റ് എന്തായിരിക്കും? പോസ്റ്റ് എന്താണ്? ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടല്ല, ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഡിസ്ചാർജ്, ആഫ്റ്റർ ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിങ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്ത് ചിലവാണ് ഹോസ്പിറ്റലൈസ് ആവുന്ന പേഷ്യൻസിന് ഇൻഷുറൻസ് കൊടുക്കേണ്ടത്? ഡിസ്ചാർജ് ചെയ്തല്ലോ പേഷ്യന്റ്, പിന്നെ എന്തെങ്കിലും ചെലവ് വരും. പിന്നെ ആ ചെലവ് മീറ്റിംഗ് പറയണേ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും മേ ബി സം എക്സ്പെൻസസ്, ചില എക്സ്പെൻസുകൾ വരാറുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ. എന്താ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, പേര് കിട്ടി, പക്ഷെ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഡോക്ടറെ ഒന്നുകൂടി കണ്ടിട്ടായിരിക്കും പോകാൻ പറഞ്ഞത്. അപ്പൊ അവിടെ അന്നേരം കൺസൾട്ട് ചെയ്യുന്നല്ലോ, അതിനൊരു പേയ്മെന്റ് ഉണ്ടായിരിക്കും, ഫീസ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അത്. പിന്നെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ടെസ്റ്റ് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോകുന്ന സമയത്തുള്ള ടെസ്റ്റ്, പിന്നെ പോകുന്ന സമയത്ത് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കാനുണ്ടായി, അത് കൊടുത്തു. പിന്നെ എന്തെങ്കിലും തെറാപ്പി, എന്തെങ്കിലും തരത്തിൽ കൊടുക്കാനുണ്ട്, ഫിസിക്കൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ കൊടുത്ത് അതിന്റെ ചെലവുകൾ എന്തെങ്കിലും അത്. പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നോ മന്ത്രോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനെങ്കിൽ അതൊക്കെ. പോകുന്ന സമയത്ത് പാക്കേജ് കൊടുത്തു വേണ്ടതിൻ്റെതും, അതുപോലെ പോകുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് വരുന്ന ചെലവാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ടെസ്റ്റ്. എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡിസ്ചാർജ് എക്സ്പെൻസുകളാണ് കേട്ടോ. ഡിസ്ചാർജിന് ശേഷം ഉണ്ടാകുന്ന എക്സ്പെൻസ്. അത് മറക്കണ്ട, അത് അണ്ടർലൈൻ ചെയ്തതിന് പഠിക്കാം. പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ വരുന്നത് ഇത് ഇവിടെ തുടങ്ങി ഇത്ര വരെ. അടുത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനിൽ വരുന്നത് രണ്ടും ആ ബീസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. ബീസ് വെച്ച് വായിച്ച് പഠിക്കുകയായിരുന്നു. ആ രണ്ട് പേരുകൾ അങ്ങനെ തന്നെ ചേർത്ത് വെച്ചിട്ട് പഠിക്കാം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് hospitalization consultation, diagnostic test, medicines, therapy, drugs, etc. Clear ആയോ? മനസ്സിലായോ? അടുത്തത് പറയണേ ആംബുലൻസ് സർവീസസ് ആണ്. ആംബുലൻസ് ചാർജ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനകത്ത് വരുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് ആംബുലൻസ്. ദാറ്റ് മീൻസ് sometimes the patient may be shifted to the hospital using ambulance. അപ്പൊ ആംബുലൻസ് ഉപയോഗിച്ചിട്ട് ചിലപ്പോ ചില പേഷ്യൻസിനെ ആക്സിഡന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗം വന്നിട്ട് ആംബുലൻസിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ആംബുലൻസിന്റെ പൈസ ഇടാറുണ്ട് ഹോസ്പിറ്റലുകാര് ഇല്ലേ? ഉണ്ടോ? എന്താ ഇല്ലേ? ഹോസ്പിറ്റലിൽ ഫ്രീ സർവീസ് ആണ് ആംബുലൻസ്. അല്ല, അപ്പൊ അതിന് ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ആ ചാർജുകള് നമ്മൾ സാധാരണ ബിൽ പേയ്മെന്റ് നമ്മൾ കാഷ് ആയിട്ട് എടുത്ത് കൊടുക്കാറില്ല. ആ ബിൽ പേയ്മെന്റിൽ വരുന്നുണ്ട്. ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് അവിടെ കാണിക്കും. പക്ഷെ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ ചാർജ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഹെൽത്ത് കവറേജ് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന ചെലവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് ഈ ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. പിന്നെന്താ? ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ കെയറിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വ്യത്യാസമുണ്ട്. ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസത്തേക്ക് നോക്കാൻ കൊടുക്കുന്ന സ്ഥലമാണ്. കൊച്ചുങ്ങളെ നോക്കാൻ കൊടുക്കാറില്ലേ? മോർണിംഗ് ചിലപ്പോ 8 മണി കഴിഞ്ഞ് വൈകുന്നേരം ചിലപ്പോ 6 7 8 മണി വരെയൊക്കെ. ചില ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാരന്റ്സ് ജോലിക്കാരാണെങ്കിൽ കുട്ടികളെ ഏതെങ്കിലും ഇതുപോലുള്ള സ്ഥലത്ത് നോക്കാൻ വേണ്ടി 24 hours അല്ല, 24 hours-ത്തേക്കാളും ലെസ് ആണ് അല്ലെ? 24 hours കൂടുതലില്ല. ഒന്നില്ലെങ്കിൽ 24 അല്ലെങ്കിൽ 24 മണിക്കൂറിൽ താഴെ. ഇങ്ങനെ ഹോസ്പിറ്റൽസിലും if they are providing treatment or services
to a patient less than 24 hours. 24 മണിക്കൂറിൽ താഴെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെലവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ it will be met by the insurance company under health insurance. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആ ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നു, അത്തരം എക്സ്പെൻസുകൾ മീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മള് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ കാലത്ത് കൊണ്ടുപോയി വൈകുന്നേരം ആയപ്പോ ഒരു 10 മണിക്കോ 1 മണിക്കോ ഒക്കെ ഡിസ്ചാർജ് ചെയ്തു. 24 മണിക്കൂറിൽ കുറവല്ലാത്ത ഒരു സമയം നമ്മൾ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസത്തിൽ കൂടുതൽ കിടക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? ആണോ? യെസ്. ചില പേഷ്യൻസിനെ അത്രയും സമയം ഉപയോഗപ്പെടുത്താതെ ചിലപ്പോൾ ഡയാലിസിസ് നടത്താൻ ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഈ പോയ്സൺ ഒക്കെ പാമ്പോ മറ്റൊക്കെ എന്തെങ്കിലും ജന്തുക്കൾ കഴിച്ചിട്ട് അതിന്റെ പോയ്സൺ ഉണ്ടോ, അതിന്റെ റിസൾട്ട് മറ്റു കാര്യങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഇത്ര സമയം നമ്മുടെ ഒബ്സർവേഷനിലൊക്കെ ഇടുമല്ലേ ചിലപ്പോഴൊക്കെ. അപ്പൊ 24 മണിക്കൂറിൽ കുറവൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ വരും. അപ്പൊ വരുന്ന കുറെ ചെലവുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിന് വരുന്നതിന് എല്ലാ ചെലവും. അപ്പൊ ഒരു ഡേ കെയർ ട്രീറ്റ്മെന്റിൽ വന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസസും ഇൻക്ലൂഡഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതിയിലുണ്ട് ഡേ കെയർ. അതും തൊട്ട കാര്യം പറയാൻ പോകുന്ന ഡേ ടു ഡേ കെയർ തമ്മിൽ കൊള്ളാത്തത് അത് വേറെയാണ്. ഓക്കെ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ് അടുത്ത ഒരു എക്സ്പെൻസ് ഹെൽത്ത് കവറേജിൽ വരുന്നത്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം എത്ര ദിവസം ആയിക്കോട്ടെ ലംസം എമൗണ്ട് വിൽ ബി പെയ്ഡ് ഡെയിലി ടു ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യന്റിന്റെ ഓരോ ദിവസത്തെയും ചെലവാകുന്ന തുക എന്ത് ചെയ്യുന്നു, കമ്പനി ലംസം എമൗണ്ട് ആയിട്ട് ലംസം ഒറ്റ തുക ഒറ്റ ഇങ്ങനെ കുഞ്ഞിനല്ലാന്ന് ഇപ്പൊ ഒരു കിലോന്റെ റോഡ് കൊടുക്കും, അടുത്ത പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വന്നു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടുത്തില്ല. അങ്ങനെയല്ല, അന്നോടെ കാലത്തൊരു വൈകുന്നേരം വരെ ആ ഒരു പേഷ്യന്റിന് വേണ്ടി എന്തൊക്കെ എമൗണ്ട് വന്നിട്ടുണ്ടോ അത് ഒറ്റ തുകയായിട്ട് ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പല ബില്ലുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കി അതിനകത്ത് ഒരു 60,000 രൂപയാണ് ഒരു ദിവസം ചെലവായിരുന്നത്. അത് ഹോസ്പിറ്റലിലേക്ക് ചെയ്തു ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, അങ്ങനെ ലംസം എമൗണ്ട് ഡെയിലി വിൽ ബി പെയ്ഡ് ബൈ ദ കമ്പനി. ഇറ്റ്സ് കോൾഡ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ക്ലിയർ ആയോ? ഡേ കെയർ ട്രീറ്റ്മെന്റും ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷും ഒന്നല്ല, രണ്ടാണ്. മറ്റേത് 24 മണിക്കൂറിൽ കഴിഞ്ഞിട്ടാണ് ശരിക്കും അഡ്മിഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ദിവസം അതിൽ കൂടുതൽ കിടക്കാം, 24 ഹവേഴ്സിൽ കൂടുതൽ കിടക്കാം. അപ്പോഴാണ് അഡ്മിറ്റഡ് പേഷ്യൻസ് എന്ന് പറയാം. 24 മണിക്കൂറിൽ താഴെ ഹോസ്പിറ്റലിൽ ചെലവാക്കിയാൽ അതിന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറയില്ല. അതായില്ല എങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റിനുള്ള കാശുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 വ്യത്യാസമുണ്ട്. ലംസം മീൻസ് എന്താ പറയാ, പെയ്ഡ് ഒരു എമൗണ്ട് ആയിട്ട് ഒറ്റ തുകയായിട്ട് കൊടുക്കുക, ഹോൾ എമൗണ്ട് ഇൻ ക്യാഷ്. ഓക്കെ, അടുത്തത് ഇൻകം ബെനിഫിറ്റ് ആണ്. ലാസ്റ്റത്തെ ഒരു എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻകം ബെനിഫിറ്റ്. മീൻസ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the insurance company also provides some lump sum amount to our family due to the loss of income in case of our absence. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ വേഗം മനസ്സിലാവും കേട്ടോ. അതായത് ഞാനിപ്പോ എന്റെ വീട്ടില് ഒരു ഏക വരുമാന മാർഗം നേടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എന്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് കഴിയുന്നു ഇമാജിൻ ചെയ്യാം. ഓക്കെ, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരുള്ളത്. അപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കുറച്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എന്ത് പറ്റുമോ, എന്റെ നമുക്കിപ്പോ വലിയ സ്വത്തും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ആലോചിക്കുക കേട്ടാ. നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ആവറേജ് പേഴ്സണെ വെച്ചിട്ട് ഇമാജിൻ ചെയ്യാം. ഭയങ്കര വലിയ ഹൈ ലെവലിലുള്ള ഒത്തിരി എന്താ പറയാ സ്വത്തോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ ഇമാജിനേഷൻ നടത്തരുത്. ഓക്കെ, അപ്പൊ എന്റെ വരുമാനം അവിടെ ഇല്ലാണ്ടാവുകയാണ്. ബിക്കോസ് ഞാനൊരു 2 ആഴ്ചയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ജോലിക്ക് പോകാതെ ജോലി സ്ഥലത്തുനിന്ന് ശമ്പളമൊന്നും തരാൻ പോയില്ല. അത്രയും ദിവസത്തെ ലീവൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാശിലെ നമുക്ക് തരുള്ളൂ. അപ്പൊ ഡ്യൂ ടു മൈ ആക്സെസ് എന്റെ ഒരു അഭാവം കൊണ്ട് എന്റെ ആ ഇൻകമില് എന്ത് ചെയ്യും, കുറവ് സംഭവിക്കും. എന്റെ വരുമാനം അവിടെ കുറഞ്ഞു, വരുമാനം നഷ്ടം എനിക്ക് സംഭവിക്കുന്നുണ്ട്. എന്റെ വരുമാനത്തിന്റെ നഷ്ടം നികത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇൻഷുറൻസ് കമ്പനി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്റെ ഫാമിലിക്ക് ഒരു ചെറിയ തുക ഒരു എന്താ പറയാ
പല എന്താ പറയാ കുഞ്ഞു ഒരു തുകയാണെങ്കിലും സഹായം എന്നതുപോലെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോ കുറച്ച് ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വന്നപ്പോ എനിക്ക് വരുമാനം, എന്റെ വീട്ടിലേക്കുള്ള വരുമാനം നിലച്ചു. കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിൽ നിലച്ചു. ചിലപ്പോ അതാത് ദിവസം കിട്ടുന്നത് കൊണ്ടായിരിക്കും നമ്മള് കഴിഞ്ഞു പോണേ. അപ്പൊ എന്ത് ചെയ്തു? ആ ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു? തടസ്സങ്ങൾ നേരിട്ടു. പല കാര്യങ്ങളും ചിലപ്പോൾ പഠനം, കുട്ടികളുടെ മറ്റു ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളാകാം. ഇതൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലാതെ എന്താ പറയാ ആകെ താറുമാറായി പോയി. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഹെൽപ്പ് ആളുടെ ആ വീടിന് കൂടി വേണം. ആ ഇൻകം ഇല്ലാത്തത് കൊണ്ട് ആ വീട്ടുകാർ അനുഭവിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ലോസ് എന്താ പറയാ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു ഇൻകം ബെനിഫിറ്റ് എന്ന് കൂടി പറയുന്നത്. ക്ലിയർ ആയോ? സം അഡ്വാൻസ് എല്ലാ ഇൻഷുറൻസ് കൊടുക്കുന്നു എന്നല്ല, സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ചില പ്രത്യേക രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് അങ്ങനെ ഒരു ലംസം എമൗണ്ട് നമ്മുടെ ഫാമിലിക്ക് നമ്മളുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടത്തില് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? മരിച്ചിട്ട് കൊടുക്കുന്ന ലക്ഷ്യം വന്നിട്ട് നമ്മൾ മരിച്ചു പോയതിന് ഒരു തുക കൊടുക്കുന്നു എന്നല്ല, അതിനർത്ഥം അങ്ങനെയല്ല. ഞാൻ ആശുപത്രി കിടക്കുന്നത് കൊണ്ട് എന്റെ വരുമാനം അവിടെ എന്റെ വരുമാനത്തിന് കോട്ടം തട്ടുന്നു, എനിക്ക് വരുമാനമില്ല. അപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിക്ക് കുറച്ച് രൂപ സഹായിച്ചു വരുന്നിടത്തോളം വരെ ആരോഗ്യത്തോടെ വന്നാലും എനിക്ക് വീണ്ടും ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവരെ നോക്കാൻ പറ്റുള്ളൂ, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ എങ്കിലും ചെറിയൊരു തുകയൊക്കെ ചിലപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ്. ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. അത് എല്ലാ ഇൻഷുറൻസും കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ എഗ്രിമെന്റുകളും റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അവർ ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ എല്ലാം അതാത് എന്താ പറയാ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആകെ 1.5 പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. നിർത്തുകയാണ് ഞാൻ. ഇനി കൂടുതൽ പറഞ്ഞു നോക്കുന്നത് 2.5 പേജ് അത്ര എടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമൊക്കെയാണ്. ഒന്നുകൂടി ഒന്ന് വീട്ടിലിരുന്ന് നന്നായി വായിച്ചു കൊടുക്കാൻ. ചിലർക്കായിരിക്കും ഭയങ്കര ഡൗട്ട് വരിക. അത് ഈ സയൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചവരും പിന്നെ കുറച്ച് ഗ്യാപ്പുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവാതിരിക്കുള്ളൂ. ഒന്നുകൂടി ഒന്ന് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ചോദിച്ചാൽ മതി. ഈ ഒരു ചാപ്റ്ററോട് നമുക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടീച്ചർക്ക് കുറച്ചുള്ളൂ പറഞ്ഞപ്പോ ഒരു അരമണിക്കൂർ കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് വാങ്ങിച്ചത്. ടീച്ചർക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ തന്നെ ടീച്ചർക്ക് കൂടുതൽ അവർ ഉണ്ടല്ലോ ഇവിടെ, എനിക്ക് ആകെ ഒരു അവറല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ സമ്മതിച്ചു. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും കൊണ്ടെങ്കിലും ഞാൻ ഇതൊന്ന് ഇടിപ്പിക്കണം. ഓക്കെ, കൂടുതൽ അവേഴ്സ് ഉള്ളവരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിച്ച് അത് ഇടിപ്പിക്കണം. അത് തീർക്കാൻ എനിക്കറിയാൻ താല്പര്യമില്ല. ഇതിനെ കൊണ്ട് തന്നെ തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തത്. സോ ഒന്നുകൂടി വായിച്ചു. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ.